യെസ്. ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. API അഥവാ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് കുറെ ആൾക്കാർ പറയും, ചില ആൾക്കാർ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഇന്റർഫേസ് എന്ന് പറയും. അപ്പോൾ API കൺസ്യൂം ചെയ്യാത്ത ഒരു ഡീസന്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വേൾഡിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ API എന്നുള്ള പദത്തിന് ആസ് ദ ടൈം പ്രൊസീഡഡ് അതിന് വളരെയേറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇപ്പോൾ പൊതുവെ ആൾക്കാർ വിശ്വസിക്കുന്നത് നമ്മളൊരു API ഡ്രിവൺ വേൾഡ് അല്ലെങ്കിൽ ഒരു API എക്കണോമിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ API എന്നുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഇന്റർഫേസ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സിസ്റ്റം പ്രോഗ്രാമേഴ്സ് ഇന്റർഫേസും ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതും വേണമെങ്കിൽ ഒരു API മാറാം ഈ തന്നെ. അതേമാതിരി തന്നെ സർവീസ് പ്രൊവൈഡർ ഇന്റർഫേസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ API, SPI, പിന്നെ സിസ്റ്റം പ്രോഗ്രാമേഴ്സ് API എന്നായി മാറി ഇപ്പോൾ അതിന്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു API എന്നുള്ളൊരു പദം അറ്റ്ലീസ്റ്റ് ഫ്രം എ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പണ്ട് എന്താ പറയാ ഫംഗ്ഷൻ കോൾസ് എന്നാണ് വിളിച്ചിരുന്നത്. അതായത് മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് API എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പോപ്പുലറൈസ് ചെയ്ത്. ഓക്കെ, ഈവൻ മൈക്രോസോഫ്റ്റ് വിൻഡോസ് API വരുന്ന അതേ സമയത്ത് തന്നെ XLib API ഉണ്ടായിരുന്നു. അതായത് എക്സ് വിൻഡോസ് പ്രോഗ്രാമിംഗ് സിസ്റ്റം പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയുള്ളത്. പിൽക്കാലത്ത് POSIX സ്റ്റാൻഡേർഡ്, അതായത് യുണിക്സിനെ POSIX വെച്ചിട്ട് മറ്റേ എന്താ പറയാ സ്റ്റാൻഡർഡൈസ് ചെയ്തപ്പോൾ POSIX API എന്നുള്ളൊരു പദവും പോപ്പുലറായി. ഓക്കെ, അപ്പോൾ API സ്റ്റാൻഡ്സ് ഫോർ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഇന്റർഫേസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു APIയുടെ ഒരു കോമൺ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ വി നീഡ് ടു യൂസ് ടു കംപ്രസ് ഒരു ഡിസ്ക് ഫയൽ കംപ്രസ് ചെയ്യണം. അപ്പൊ മിക്കവാറും ZLib എന്നുള്ളൊരു API ആണ് മിക്ക സോഫ്റ്റ്വെയറും ഒരു കംപ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. മറ്റേ സിപ്പ് കംപ്രഷൻ ഡിഫോൾട്ടായിട്ട് വിൻഡോസ് APIയും മിക്ക മറ്റേ ജാവയും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ആർക്കൈവ് സിസ്റ്റത്തിലോട്ട് ഒരു API ഇല്ലാത്ത ഒരു പ്ലാറ്റ്ഫോം ഇന്ന് നിലവിലില്ല. ഓക്കെ, ഫയൽ ആർക്കൈവിംഗ് ഈസ് യുവർ എന്താ പറയുക തിങ്. പിന്നെ ലിനക്സിലാണെങ്കിൽ എവറി EXE എക്സിക്യൂട്ടബിൾ ഉണ്ട്, അതിന് ഒരു ലിബും ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ diff.exe, patch.exe എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കോമൺ യൂട്ടിലിറ്റിയാണ്. അപ്പൊ ലിബ് പാച്ച് ഉണ്ടാവും, ലിബ് ഡിഫ് ഉണ്ടാവും. അപ്പൊ ലിബ് പാച്ചും ലിബ് ഡിഫും വെച്ചിട്ട് നമുക്കൊരു വെർഷൻ കൺട്രോൾ സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ദാറ്റ്സ് ദി അഡ്വാൻറ്റേജ് ഓഫ്. അപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു API ഒരു കോൺട്രാക്ട് ആണ്. API ഇസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ കൺസ്യൂമർ ആൻഡ് ദ പ്രൊവൈഡർ ഓഫ് ദ സിസ്റ്റം. അപ്പോ ഇപ്പം ഡാറ്റാബേസ് ആക്സസ് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് വ്യൂ അല്ല, ഒരു സെർവർ സൈഡിലുള്ള ഒരു പ്രോഗ്രാമറിന്റെ വ്യൂ. ഓക്കെ, അപ്പോ സെർവർ സൈഡ് പ്രോഗ്രാം ചെയ്യുന്ന ആള് വ്യൂ. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഇപ്പോൾ ആദ്യം മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് ODBC, ഓപ്പൺ ഡാറ്റാബേസ് കണക്ടിവിറ്റി. അതൊരു കോൾ ലെവൽ API ഇന്റർഫേസ് ആയിരുന്നു. അതായത് ഈ APIയുടെ സിഗ്നേച്ചർ മാത്രമാണ് ODBC സ്പെസിഫിക്കേഷൻ തന്നിരുന്നത്. APIയിൽ എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ പേലോഡ്, അതെങ്ങനെ എൻകോഡ് ചെയ്യണം, അതെങ്ങനെ ഡീകോഡ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് മിക്ക API മറ്റേ സ്റ്റാൻഡേർഡ് APIs, കോൾ ലെവൽ ഇന്റർഫേസ് APIs സൈലന്റ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ JDBC. ഇപ്പൊ JDBC എന്ന് പറഞ്ഞ സാധനം ജാവ ഡാറ്റാബേസ് കണക്ടിവിറ്റി, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൾ ലെവൽ ഇന്റർഫേസ് ആണ്. അത് ഒറാക്കിളായിട്ട് അത് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒറാക്കിൾ SQL സ്റ്റാർ നെറ്റ് എന്നുള്ള ഒരു പ്രോട്ടോകോൾ വെച്ച് ആണ് അത് വയർ ലെവൽ പ്രോട്ടോകോൾ കണക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ SQL സെർവർ ആണെങ്കിൽ ടാബുലാർ ഡാറ്റ സ്ട്രീം ആയിരിക്കും. പോസ്റ്റ്ഗ്രസ് SQLനും ക്ലിക്ക് ഹൗസിനും അവരുടേതായ പ്രൊപ്രൈറ്ററി എൻകോഡിംഗ് സ്കീം ഉണ്ട്. ബട്ട് വി നീഡ് നോട്ട് യൂസ് ദ നേറ്റീവ് പ്രോട്ടോകോൾ. അതായത് ഇപ്പൊ ക്ലിക്ക് ഹൗസിന് JDBC ഡ്രൈവർ, അതിന്റെ JDBC ഡ്രൈവർ മറ്റേ ഇതിന്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. അതായത് ASCII HTTP ചാനലിലൂടെ നമുക്ക് വേണമെങ്കിൽ ഡാറ്റാബേസ് പേലോഡ് അയക്കാം. അപ്പോൾ ഈ API ഉപയോഗിക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് കോൾ ലെവൽ ഇന്റർഫേസ് എന്താണ്, മറ്റേ എന്താ പറയാ മറ്റേ വയർ ലെവൽ പ്രോട്ടോകോൾ എന്താണെന്ന്. ഇപ്പൊ GRPC ഒരു കോമൺ API മെക്കാനിസം ആണ്. പക്ഷെ GRPCയുടെ വയർ ലെവൽ പ്രോട്ടോകോൾ ഗൂഗിൾ പ്രോട്ടോകോൾ ബഫറാണ്. ഇപ്പോൾ അപ്പാഷെ സ്പാർക്കിന്റെ
അല്ല അപ്പാഷെ സ്പാർക്ക് അല്ല, അപ്പാഷെ കാഫ്കയുടെ API അവർക്ക് പല ഫോർമാറ്റ് ആപ്പിൾ ഉണ്ട്. ഒരു പോപ്പുലർ ഫോർമാറ്റ് അപ്പാഷെ ആവറോ ആണ്. അപ്പോൾ എല്ലാ APIക്കും ഒരു ഇപ്പോൾ റിമോട്ട് API ആണെങ്കിൽ, ഇപ്പോൾ ലോക്കൽ API ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. റിമോട്ട് API ആണെങ്കിൽ ഒരു കോൾ ലെവൽ ഇന്റർഫേസ് ഉണ്ടാവും, വയർ ലെവൽ പ്രോട്ടോകോൾ ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോ റെസ്റ്റ് API എന്ന് പറഞ്ഞ ഒരു ബീസ്റ്റ് ഉണ്ട്. വെച്ചാൽ നിങ്ങൾ HTTPയുടെ മുകളിൽ റെപ്രസെന്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ സ്റ്റൈലിൽ 2 സിസ്റ്റംസ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്നതാണ്. പൊതുവെ മോസ്റ്റ് പോപ്പുലർ യൂസ് കേസ് മൊബൈൽ ഡിവൈസസിൽ നിന്നും ബ്രൗസറിൽ നിന്നും ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു വെബ് എൻഡ് പോയിന്റ് വിളിക്കുക എന്നുള്ളതാണ്. ഇൻ എ സർട്ടൺ സ്റ്റൈൽ ആണ് റെസ്റ്റ് എന്നുള്ള സാധനം. അതൊരു റിമോട്ട് API ആണ്. പക്ഷെ റെസ്റ്റ് ഉപയോഗിക്കുന്ന, പക്ഷേ ഈ റെസ്റ്റിന്റെ മുകളിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുന്നത് TCPയുടെ മുകളിൽ HTTP ആണ്. HTTPയുടെ മുകളിൽ ഒരു റെസ്ട്രിക്റ്റഡ് സ്റ്റൈൽ ഓഫ് കൺവേഴ്സേഷൻ ആണ് റെസ്റ്റ് ചെയ്യണം. വേറെ ഒരെണ്ണം ഡോക്യുമെന്റ് സ്റ്റൈൽ API ആണ് സോപ്പ്. സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയാ, ഈ ഡോക്യുമെന്റ് എക്സ്ചേഞ്ച് API ആണ്. അപ്പോൾ യു എക്സ്ചേഞ്ച് ഡോക്യുമെന്റ് ബിറ്റ്വീൻ 2 സിസ്റ്റംസ്. അപ്പോൾ ഈ API പല രീതിയിൽ പല ഫോമിലും വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കമ്പനിയിൽ, അതായത് കൃത്യമായി പറഞ്ഞ ഡെല്ലിന്റെ ഒരു ക്യാപ്റ്റീവ് മാതിരി കൊച്ചിയിൽ തുടങ്ങിയ ഒരു കമ്പനിയിൽ ഞാൻ ഒരു കൊല്ലം വർക്ക് ചെയ്തപ്പോൾ അവരവിടുത്തെ സ്റ്റോർഡ് പ്രൊസീജിയറിനെയാണ് API എന്ന് വിളിച്ചത്. ഓഫ് കോഴ്സ് ഫോർ ദ പീപ്പിൾ ഹൂ ആർ ഓണിങ് ദ ഡാറ്റാബേസ് ഒറാക്കിൾ ഡാറ്റാബേസ് ഓഫ് dell.com, അവർക്ക് പീപ്പിൾ സ്റ്റോർഡ് പ്രൊസീജിയർ അവരെഴുതി പുഷ് ചെയ്തിരുന്നത്. അപ്പൊ ഇവർക്കൊരു API മാതിരിയായിരുന്നു ഇവരുടെ ക്ലിക്ക് സ്ട്രീം ആപ്ലിക്കേഷൻസിനും മറ്റേതൊക്കെ. അപ്പോൾ API സ്റ്റാൻഡ്സ് ഫോർ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഇന്റർഫേസ്. അപ്പൊ ഒരു ജോക്കായിട്ട് പറയുകയാണെങ്കിൽ 1998 ഒരു ട്രിവാൻഡ്രത്ത് ഒരു കമ്പനിയിൽ ഒരാള് പേപ്പർ ഇട്ടിട്ട് അയാൾ വേറെ ബാംഗ്ലൂർ ഒരു കമ്പനിയിലോട്ട് പോകാൻ. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ റീപ്ലേസ്മെന്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയാള് ഹിന്ദി ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വന്നാൽ പോലും അത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പൊ എനിക്ക് ചെറുതായിട്ടൊന്നും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, APIs ആർ ഓവർ ആഫ്റ്റർ ആൾ ആവറേജ് പ്രോഗ്രാമർ ഇന്റർഫേസ്. ഐ എം എൻ എബവ് ആവറേജ് പ്രോഗ്രാമർ, ഐ വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ് എന്ന്. അപ്പൊ അന്ന് മുതൽ ഒരു API എന്ന് പദം വരുമ്പോൾ ആദ്യം തന്നെ ആവറേജ് പ്രോഗ്രാമർ ഇന്റർഫേസ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു പദത്തിന്റെ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കാരണം APIയുടെ ഒരു കൺസ്യൂമർ ബിഹേവ് ചെയ്യണ മാതിരിയല്ല APIയുടെ ഒരു പ്രൊവൈഡർ കാര്യങ്ങൾ എൻജോയ് ചെയ്യാനുണ്ട്. ഇനിയിപ്പോ APIയുടെ പ്രൊവൈഡർ തന്നെ API SPI ഡിവൈഡ് ഉള്ള സ്ഥലമുണ്ട്. അതായത് API എന്ന് പറയുന്ന സാധനം ഒരു പ്രോബ്ലം സൊല്യൂഷൻ വ്യൂ ആണെങ്കിൽ സൊല്യൂഷൻ എഞ്ചിനീയറിംഗ് വ്യൂ ഉണ്ട്. അതായത് ഈ ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ പാർലൻസി പറഞ്ഞ മറ്റേ പ്രോബ്ലം ഡൊമൈൻ, സൊല്യൂഷൻ ഡൊമൈൻ. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സ്ഥലത്ത് ഈ APIക്ക് ഒരു പ്രൊവൈഡർ ക്ലാസ് എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് API ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് പൊതുവെ സംസാരിക്കും. ഇൻ 2013 ഓക്കെ, ഞാൻ ഒരു അപ്പാഷെ ക്യാമൽ ഒരു ഇന്റഗ്രേഷൻ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ജാവ ഡോക്യുമെന്റേഷനിൽ പൊതുവെ റെസ്റ്റ് ഫ്രണ്ട് എൻഡ് ആയിട്ട് കാണുന്നത്. റെസ്റ്റ് ആസ് എ ഫ്രണ്ട് എൻഡ്. അപ്പൊ അന്ന് റെസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് മൊബൈൽ ഡിവൈസസിൽ ട്രാക്ഷൻ ഉണ്ടാക്കി വരുന്ന സമയം. ഓക്കെ, അപ്പോ ഈ എന്താ പറയാ, ആംഗുലർ 2 ഒന്നും വന്നിട്ടില്ല. ആംഗുലർ MEVM തന്നെ ആൾക്കാർ ഇങ്ങനെ ജെക്വറി UI ആ സ്റ്റേജിനപ്പുറത്തേക്കൊന്നും പോകാത്തൊരു സമയത്താണ്. അപ്പോ ഈ വേൾഡ് വർ എക്സ്പെരിമെന്റിങ് വിത്ത് ഗൂഗിൾ വെബ് ടൂൾ കിറ്റ്, സിൽവർ ലൈറ്റ്, അങ്ങനെ പല ഫോംസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ മറ്റേ എന്താ ഈ ഇതിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ട്രാക്ക് വിട്ടുപോയി പെട്ടെന്ന്. ഓക്കെ, അപ്പൊ ഈ അപ്പോഴാണ് മറ്റേ എന്താ പറയാ, റെസ്റ്റ് ഫ്രണ്ട് എൻഡ് ആണെന്ന് ഒരു ഡോക്യുമെന്റേഷനിൽ കണ്ട്. അപ്പോൾ എവർ സിൻസ് ഞാൻ റെസ്റ്റ് ഫ്രണ്ട് എൻഡ് ആണോ ബാക്ക് എൻഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ 90% ആൾക്കാരും അത് ബാക്ക് എൻഡ് ആണെന്ന് പറയും. അപ്പൊ പിൽക്കാലത്ത് ഞാനത് റിപ്പീറ്റഡ്ലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു പാറ്റേൺ ശ്രദ്ധിച്ചു. ആരെങ്കിലും പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗിലോ പ്ലാറ്റ്ഫോം എഞ്ചിനീയറിംഗിലോ ഫ്രെയിംവർക്ക് ടൂൾ കിറ്റ് ഒക്കെ എഴുതിയ ആൾക്കാർക്ക് റെസ്റ്റ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ വലിയ മറ്റേ ഇതൊന്നുമില്ല, അതായത് മറ്റേ സർപ്രൈസ് ഒന്നുമില്ല. പക്ഷേ പീപ്പിൾ ഹൂ ആർ റൈറ്റിംഗ് UI ആൻഡ് ബഗ് ഫിക്സിംഗ് ഒക്കെ ചെയ്യുന്ന മിക്ക ആൾക്കാർക്കും റെസ്റ്റ് ബാക്ക് എൻഡ് ആണ്. അപ്പോൾ നിങ്ങളൊരു പ്രൊവൈഡർ ക്ലാസ് എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങളുടെ എഞ്ചിനെ റെസ്റ്റ് വഴി നിങ്ങൾ വേൾഡിനെ എക്സ്പോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊരു കൺസ്യൂമർ ക്ലാസ് ആണെങ്കിൽ യു ആർ കൺസ്യൂമിങ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ രണ്ടിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എൻകോഡ് ചെയ്യണം എന്നുള്ളൊരു ഒരു പ്രോബ്ലം അവിടെയുണ്ട്. ഇനിയിപ്പോ APIയുടെ കാര്യം പറയുമ്പോൾ HTTP എൻഡ് പോയിന്റ് ആണോ റെസ്റ്റ് ആണോ? അപ്പൊ റെസ്റ്റിനൊരു എൻറ്റിറ്റി ബയാസ് ഉണ്ട്. അതായത്
ഇവിടെ ഇഫ് ഇറ്റ് യൂസ് ഒരു DTO ലെവൽ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ഒബ്ജക്ട് ലെവലിലാണ് റെസ്റ്റ് API ശരിക്കും വർക്ക് ചെയ്യേണ്ടത്. അതിന് കുറെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ എൻറ്റിറ്റിഫിക്കേഷൻ ഹാപ്പൻ ചെയ്തില്ലെങ്കിൽ മറ്റേ എന്താ പറയാ, ആൾക്കാർ പറയുന്നവര് XML വരെ സോപ്പ് ഉപയോഗിക്കുന്നു, ഇങ്ങനത്തെയൊക്കെ കുറെ ഇഷ്യൂസ് ഉണ്ട്. എന്താ പറയാ, API എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കും. പക്ഷെ നമുക്ക് ബേസിക്കലി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ എവല്യൂഷൻ ഓഫ് API എന്താന്ന് നമ്മൾ പറഞ്ഞു. ആദ്യകാലങ്ങളിൽ വിൻഡോസ്, ലിനക്സ്, മാക് അങ്ങനത്തെ സിസ്റ്റത്തിൽ പ്രൊസീജറൽ ലെവലിലാണ് APIs വന്നു തുടങ്ങി. പിന്നെ അത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് API വന്നോന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് ഫൗണ്ടേഷൻ ക്ലാസ് വാസ് എ ഗുഡ് അറ്റംപ്റ്റ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ്. പിന്നെ ജാവ ഫൗണ്ടേഷൻ ക്ലാസ്. അങ്ങനെ ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് API ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ C++ന്റെ പ്രൊമിനൻസ്, പിൽക്കാലത്ത് വന്ന ജാവ C# പ്രൊമിനൻസ് എന്നാണ് ഊപ്പ് APIs വന്നു തുടങ്ങി. അതിനു മുമ്പ് ഊപ്പ് API ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർബ, അതായത് കോമൺ ഒബ്ജക്ട് റിക്വസ്റ്റ് ബ്രോക്കർ ആർക്കിടെക്ചർ, അത് ലോക്കൽ ഒബ്ജക്ട് ഉണ്ടാക്കാനും റിമോട്ട് ഒബ്ജക്ട് ഉണ്ടാക്കാനും ഔട്ട് ഓഫ് പ്രോസസ് ഒബ്ജക്ട് ഉണ്ടാക്കാനും ഉപയോഗിക്കുമായിരുന്നു. മൈക്രോസോഫ്റ്റിന്റെ ഈക്വലന്റ് സ്റ്റാൻഡേർഡ് ആണ് DCOM. അങ്ങനെ പല രീതിയിൽ ഇപ്പൊ RPC ആണ് ഫസ്റ്റ് ആയിട്ട് ഒരു APIനെ റിമോട്ട് വൽക്കരിച്ചത്. അപ്പോൾ ORPC ആണ് കോം ഒക്കെ ഉപയോഗിച്ചത്. അപ്പോൾ ഈ XML RPC ആണ് പിൽക്കാലത്ത് സോപ്പായത്. അപ്പോൾ RPC ആണ് ഇതിന്റെ അണ്ടർലൈങ് മറ്റേ തത്വം. ദാറ്റ് ഹാസ് ബീൻ ചേഞ്ച് ഇൻ ദ ലാസ്റ്റ് 30-40 years. അതായത് അറ്റ് വയർ ലെവൽ ആൻഡ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ലെവൽ. അതായത് ഇപ്പോൾ OSI ലെയറിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ TCP ലെയർ വരെ, അതായത് മറ്റേ അത്ര ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അപ്പം അതായത് സെഷൻ പ്രസന്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ലെയറിലാണ് ചേഞ്ചസ് വന്നേക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ API SPI ഡിവൈഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെ ഈ API പല രീതിയിൽ സ്റ്റൈലിൽ നമുക്ക് കൺസ്യൂം ചെയ്യാം. അതായത് ഒന്ന് ഫ്ലാറ്റ് C പ്രൊസീജറൽ API, അതായത് യു പ്രോഗ്രാം ദാറ്റ് ഇൻ ദ വേ, എന്താ പറയാ, ഇപ്പോൾ fopen, fread, fclose എന്ന് പറഞ്ഞിട്ട് ഇതിലുണ്ട്. വിൻഡോസ് APIയിലാണെങ്കിൽ ക്രിയേറ്റ് ഫയൽ, റീഡ് ഫയൽ, റൈറ്റ് ഫയൽ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. ഇപ്പൊ ലിനക്സിലാണെങ്കിൽ ഓപ്പൺ, റീഡ്, റൈറ്റ്, ക്ലോസ്. അങ്ങനെ ഇതൊക്കെയാണ് C API എന്ന് പറയുമ്പോൾ സോക്കറ്റ് API, ബെർക്ക്ലി സോക്കറ്റ് API, പിന്നെ എന്താ പറയുക വിൻസോക്ക്, ഇതൊക്കെയാണ് C പ്രൊസീജറൽ API. പിന്നെ ഉള്ളത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് API ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ .NET, ജാവ, C# ആൻഡ് ജാവ. ഇപ്പൊ .NET എന്ന് പറയുന്നത് കാരണം C# എല്ലാ ലാംഗ്വേജും പ്ലാറ്റ്ഫോമിലോട്ട് പ്രൊജക്ട് ചെയ്യാണ്. മൈക്രോസോഫ്റ്റിന്റെ കേസിൽ CLS, CS, CTS ആൻഡ് CLR ഒരു കൊഹറന്റ് യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോ ഇപ്പൊ ജാവയും എല്ലാം എന്താ പറയാ ഒരു ബൈ ഡിഫോൾട്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് API സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതിന്റെ ഉള്ളിലോട്ട് പിന്നെ ഒരു ഒബ്ജക്ട് ഫംഗ്ഷണൽ API മാറ്റുകയാണ്. പിന്നെ ഒരു 2005 ഒക്കെ ആയിപ്പോ, ഈവൻ ദോ 90s C++ ഉണ്ടെങ്കിലും ജാവയിലും C#ലും ജനറിക്സ് ഒരേ ടൈമിൽ വന്നപ്പോഴാണ് ജനറിക് APIsന്റെ ഇത് വന്നത്. പിന്നെ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് വരുമ്പോൾ ഇപ്പൊ നമ്മള് റിമോട്ട് ഇന്റർഫേസിന് വേണ്ടിയല്ല, ഇപ്പൊ വെബ്ഫ്ലക്സ് അതൊരു റിമോട്ട് ഫങ്ഷണൽ API ആണ്. ഓക്കെ, അവര് വെബ്ഫ്ലക്സിന്റെ ക്ലയന്റ്. ഓക്കെ, അതേമാതിരി തന്നെ ഇപ്പോ GraphQL ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഡാറ്റ ഡ്രിവൺ APIs ഉണ്ട്. അപ്പൊ ബ്രോഡ്ലി API സ്റ്റൈൽ പറയുകയാണെങ്കിൽ പ്രൊസീജറൽ APIs അത് പ്രൈമർലി C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് APIs ആണ്. പിന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് APIs, ജനറിക് APIs, ഫങ്ഷണൽ APIs, പിന്നെ ഒരു ഡാറ്റ ഡ്രിവൺ API. അപ്പോൾ ഇതാണ് എന്താ പറയാ API സ്റ്റൈൽസ്. അപ്പോൾ ഇനിയിപ്പോ റെസ്റ്റ് വേഴ്സസ് HTTP എൻഡ് പോയിന്റ്, അത് മറ്റേ ഈ HTTP എൻഡ് പോയിന്റ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അത് റെസ്റ്റ് ആണോ ഉപയോഗിക്കുന്നത്, അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. പിന്നെ API ഇന്നൊരു എന്താ പറയാ, ഇന്ന് മിക്ക സിസ്റ്റംസും ഒരു API ഇന്റഗ്രേഷൻ വഴിയാണ് വേൾഡിലുള്ള. ഇപ്പൊ ഈവൻ പ്രീ പാക്കേജ്ഡ് ആപ്ലിക്കേഷൻ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നോബഡി കെയർസ് അബൌട്ട് ദ ഇന്റർഫേസ് ഓഫ് ദി ഇത് പ്രീ പാക്കേജ്ഡ് ആപ്ലിക്കേഷൻ. ദേ വാണ്ട് ആൻ API ഇന്റർഫേസ്. ഏർലിയർ അവരൊരു ഫയൽ എക്സ്ചേഞ്ച് ഇന്റർഫേസും മറ്റേ എക്സ്റ്റൻഷൻ API അപ്രോച്ച് എടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു റെസ്റ്റ് API അപ്രോച്ച് എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ ബാങ്ക്സിന് അവരുടെ സർവീസസ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ICICI ബാങ്കിന് ഒരു നല്ലൊരു API മാർക്കറ്റ് പ്ലേസ് ഉണ്ടെന്നാണ്. എന്നാലേ ആ ഫെഡറൽ ബാങ്കിനൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർക്ക് റിമോട്ട് ബാങ്കിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി അതേമാതിരി തേർഡ് പാർട്ടികൾ ഇങ്ങനത്തെ API ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിക്കൊള്ളുന്നത്. അതാണ് API മാർക്കറ്റ് പ്ലേസിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബിസിനസ് കേപ്പബിലിറ്റീസ് ഒക്കെ നോക്കി ഒരു API ഫസ്റ്റ് അപ്രോച്ച് ടുവേർഡ്സ് എന്താ പറയാ
മറ്റേ ഗവർണൻസ് ആൻഡ് കൺസംഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സെറ്റപ്പ്, ആ ഒരു അപ്രോച്ച്. പിന്നെ എങ്ങനെ അത് മോണിറ്റൈസ് ചെയ്യാം, APIs എങ്ങനെയാണ് പൊതുവെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ, റിപ്പോർട്ടിങ്, ലോഗ്, പിന്നെ ഈ സാൻഡ് ബോക്സ് കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു API നമ്മൾ പബ്ലിഷ് ചെയ്തു, അപ്പോൾ പ്രോസ്പെക്റ്റീവ് ക്ലയൻസിന് ഒരു ടെസ്റ്റ് ഹാർനസ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ API എന്നുള്ളൊരു ടോപ്പിക് വിച്ച് സ്റ്റാർട്ടഡ് ഔട്ട് ആസ് എ സ്റ്റാൻഡേർഡ് ഇന്റർഫേസ് ടു ഹാൻഡിൽ ലോ ലെവൽ ഡീറ്റെയിൽസ്, പതുക്കെ അതിൻ്റെ ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ റേസ് ചെയ്ത് ഡാറ്റാബേസ് അങ്ങനത്തെ വിൻഡോയിങ് സിസ്റ്റം ഒക്കെ കടന്ന് ഡാറ്റാബേസ് റിമോട്ട് APIs ഒക്കെ വന്ന് റിമോട്ട് APIsന്റെ ഷേപ്പ് മാറിയതാണ് ഈ ഇന്നത്തെ API റെജീം. അപ്പോൾ ഇതാണ് നമ്മുടെ, കാരണം ഇതൊരു സെഷനിലൊന്നും പറ്റില്ല. ഇതിലെ ഓരോ ഇപ്പോൾ ഒരു 10 ഡയമെൻഷൻ ഉണ്ടെങ്കിൽ 10 ഡയമെൻഷന് വേറെ വേറെ സെഷൻ വേണം. പക്ഷേ API സ്റ്റാൻഡ്സ് ഫോർ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്, നോട്ട് ആവറേജ് പ്രോഗ്രാമർ ഇന്റർഫേസ്, ആസ് ഐ ക്ലെയിം ടു വൺ ഗൈ ഇൻ 1998. അപ്പോൾ API ഇനി വരും സെഷൻസിൽ നമ്മൾ APIന്റെ ഡീറ്റെയിൽസ്, പേലോഡ്, പിന്നെ ഇപ്പോൾ ക്ലൗഡ്, API ആൻഡ് ക്ലൗഡ്, അതൊരു വലിയ ടോപ്പിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ എങ്ങനെ നമ്മൾ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ തേർഡ് പാർട്ടി API ഫോർ തേർഡ് പാർട്ടി കൺസംഷൻ, നമ്മുടെ കമ്പനിയുടെ അതേ മറ്റ് ഡിവിഷൻസിന്റെ കൺസംഷൻ എങ്ങനെ എക്സ്പോസ് ചെയ്യാം, അത് മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ടോപ്പിക്കാണ്. ഇനിയിപ്പോൾ അതിൽ തന്നെ ഡിപ്ലോയ്മെന്റ് വരുമ്പോൾ കണ്ടെയ്നർ ബേസ്ഡ്, VM ബേസ്ഡ് വേണോ, കണ്ടെയ്നർ ബേസ്ഡ് വേണോ, അതെയോ മറ്റേ ബെയർ മെറ്റലിൽ നമ്മൾ API ഇൻഫ്രാസ്ട്രക്ചർ ഇത് ചെയ്യണോ, ഇനിയിപ്പോൾ സ്റ്റേറ്റ്ഫുൾ API ആണെങ്കിൽ എന്ത് ചെയ്യും, മറ്റേ കുബർനെറ്റിസ് ഉണ്ട്, സ്റ്റേറ്റ്ലെസ് API ആണെങ്കിൽ, സ്റ്റേറ്റ്ഫുൾ API ആണെങ്കിൽ എന്ത് ചെയ്യും. അപ്പം ഇങ്ങനത്തെ കുറേ എന്താ പറയുക, ഫൈൻ ഗ്രൈൻഡ് ആണോ, കോഴ്സ് ഗ്രൈൻഡ് ആണോ, ഇനി പേലോഡ് ബൈനറി ആണോ, ടെക്സ്റ്റ് ആണോ, ഫയർവാൾ കിടക്കുമോ, ഇങ്ങനത്തെ. അതായത് നൗ ഇഫ് യു സ്പീക്ക് അബൌട്ട് API ആൻഡ് ഇറ്റ്സ് റെലവൻസ്, വി ആർ ആക്ച്വലി സ്പീക്കിംഗ് അബൌട്ട് ദി എൻറ്റയർ കമ്പ്യൂട്ടിംഗ് സ്പെക്ട്രം. അപ്പോൾ നൗ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ഓക്കെ, ഞാൻ API ആദ്യം കേട്ടപ്പോഴേ ഞാൻ എന്റെ മനസ്സിൽ വെച്ച ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ആബ്സ്ട്രാക്ഷൻ ടു കമ്മ്യൂണിക്കേറ്റ് എന്നുള്ള ഇതായിരുന്നു എന്റെ ഒരു ഡെഫിനിഷൻ. അതായത് അതായിട്ടാണ് തുടങ്ങിയത്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫയൽ സിസ്റ്റം, ഇപ്പൊ യുണിക്സിൽ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡ് ഒരു ഫയലാണ്, മറ്റേ ഡിവൈസ് എല്ലാ ഡിവൈസും ഒരു ഫയലാണ്. അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഇന്റർഫേസ് വെച്ചതാണ് ഓപ്പൺ റീഡ് റൈറ്റ് ക്ലോസ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വരുന്ന എല്ലായിടത്തും API ഉണ്ടാവാം, അതല്ലേ? അതായത് എവിടെയൊക്കെ സ്പെസിഫിക്കേഷൻ ബേസ്ഡ് ഡെവലപ്മെന്റ് ഉണ്ടോ അവിടെ നിങ്ങൾക്ക് API വേണോ അതെയോ DSL വേണോ എന്നുള്ള ചോദ്യമുള്ളൂ. അങ്ങനെയാണ് ഈ കമ്പ്യൂട്ടിംഗ് സ്പേസ്, അതായത് കമ്പ്യൂട്ടിംഗ് സ്പേസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് വന്നത് കൊണ്ടാണ് APIക്ക് റെലവൻസ് വന്നത്. അത് അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, അതിനൊരു എക്കണോമിക് മാനം വന്നത് അതുകൊണ്ടാണ്. അതായത് പണ്ട് ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് ആയിരുന്നു. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ അസംബ്ലി ലാംഗ്വേജ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഓൺ ടോപ്പ് ഓഫ് എ മെഷീൻ അല്ലേ. അതിലും ബെറ്റർ ആണ് യൂണിവേഴ്സൽ അബ്സ്ട്രാക്ട് മെഷീൻ ആയ C വെച്ചിട്ട്, C വേണമെങ്കിൽ ഒരു DSL ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഹാർഡ്വെയർ ആയിക്കോട്ടെ. അപ്പോ അവിടെ നിന്ന് കോൾ ലെവൽ ഇന്റർഫേസ് എന്ന് പറഞ്ഞൊരു സാധനത്തിലോട്ട് അത് വരികയും അത് മറ്റേ ഈ യുണിക്സ് ഡൊമൈൻ സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രാ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ വരെ ഉപയോഗിച്ചു തുടങ്ങി. മനസ്സിലായില്ലേ? പിന്നെ സോക്കറ്റ് അബ്സ്ട്രാക്ഷൻ വന്നു. അതോടെ സോക്കറ്റ് ഡസൻ മേക്ക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇൻട്രാ പ്രോസസ്, ഇന്റർ പ്രോസസ് ആൻഡ് ഇന്റർ നോഡ്. അപ്പൊ സ്വാഭാവികമായിട്ട് സോക്കറ്റ് പ്രോഗ്രാമിംഗിൽ റിപ്പീറ്റഡ് പ്രോഗ്രാമിംഗ് വന്നപ്പോ ആൾക്കാർക്ക് മനസ്സിലായി സെറ്റപ്പ്, പേലോഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഉണ്ടാക്കാം. അതാണ് RPC. ഒബ്ജക്റ്റ് ഓറിയന്റഡ് RPC ആണ് കോം, DCOM, റിമോട്ടിംഗ്, കോർബ, EJB ഒക്കെ ആയത്. അതിന്റെ മറ്റേ എക്സമലൈസ്ഡ് വെർഷൻ, ടെക്സ്റ്റൽ വെർഷനാണ് സോപ്പ്, റെസ്റ്റ് ആയി മാറിയത്. അതിന്റെ ഹൈബ്രിഡ് വെർഷനാണ് gRPC, HTTP2ന്റെ മോഡ്. അപ്പോൾ ഈ ആസ് തിങ്സ് മൂവ്ഡ് ഫ്രം ഹാർഡ്വെയർ ടുവേർഡ്സ് ദ വേൾഡ് ത്രൂ അബ്സ്ട്രാക്ഷൻ. അപ്പൊ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ API എക്കണോമിയുടെ ഇയർ 1999 2000 ആയിരിക്കും. കാരണം മൈക്രോസോഫ്റ്റ് ടുക്ക് ഇനിഷ്യേറ്റീവ് ടു സ്റ്റാൻഡർഡൈസ്ഡ് XML RPC ഇൻ ടു SOAP.
അപ്പൊ സോപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് TCP ബൈനറി കമ്മ്യൂണിക്കേഷന്റെ മുകളില് ഒരു ലെയർ ആയിട്ട് വന്നത്. XML EDA ഇനിഷ്യേറ്റീവ് വന്നു. പക്ഷെ ഇപ്പോഴും വേൾഡിലെ മിക്ക സാധനങ്ങളും ബൈനറി കമ്മ്യൂണിക്കേഷൻ തന്നെ ചെയ്യുന്നത്. പക്ഷെ സോപ്പ് ഒരു ഇതായി പിൽക്കാലത്ത് ഇന്റർ അപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേഷന് മറ്റേ റെസ്റ്റ് ആയി. പക്ഷെ ഇന്റർ സിസ്റ്റം കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും സോപ്പാണ്. ഇപ്പൊ കോർപ്പറേറ്റ് ബാക്ക് ബൗണിൽ പോയി കഴിഞ്ഞാൽ സോപ്പ് ബേസ്ഡ് ഡോക്യുമെന്റ് എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നത്. അതാണ് കുറച്ചും കൂടി ഓഡിറ്റ് ഫ്രണ്ട്ലി, മറ്റേ സെക്യൂരിറ്റി ഫ്രണ്ട്ലി, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ കിട്ടിയ. ഇപ്പൊ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി അത് ബൈനറി ആക്കിയതാണ് GRPC എന്നാ പറഞ്ഞു. രണ്ട് കാര്യം ആ അവസാനം പറഞ്ഞില്ല, അതായത് സോ ഡോക്യുമെന്റ് ഓഡിറ്റ് ഫ്രണ്ട്ലിയും സെക്യൂരിറ്റി ഫ്രണ്ട്ലി, അതിന്റെ റീസണിങ് എന്താ? എനിക്കത് അങ്ങനെയല്ല. ഒരു മറ്റേ വേൾഡ് ബൈനറി RPCയിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒബ്ജക്ട് ഓറിയന്റഡ്, അതായത് കോംകോർബ. പിന്നെ സീറോസ് ആൻഡ് വൺസ് അതല്ലേ ബൈനറി എന്ന് ഉദ്ദേശിച്ചത്? സീറോസ് ആൻഡ് വൺസ് എന്ന് പറയുന്നതിനേക്കാളും മറ്റേ എൻകോഡഡ് സ്ട്രീംസ് അയക്കുമായിരുന്നു, അതായത് സീരിയലൈസ് ചെയ്ത് എൻകോഡ് ചെയ്ത് അയക്കുമായിരുന്നു കോമ്പാക്ട് ആയിട്ട്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല് ഈ ഫയർവാൾസ് ഒക്കെ കടക്കാൻ വേണ്ടിയുള്ള ഡിഫിക്കൽട്ടി വന്നു, മനസ്സിലായില്ലേ? കാരണം ബൈനറി കണ്ടന്റ് വെബ് ആപ്ലിക്കേഷൻ ഫയർവാൾ അടിച്ചിടാൻ തുടങ്ങി. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു HTTP ഒരു ബ്രിഡ്ജ് ആക്കി വെച്ചുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ചെയ്യാന്ന് കണ്ടുപിടിച്ചാണ് XML RPC. അപ്പൊ XML RPC ഓരോരുത്തർ പേലോട് അവരുടെ രീതിയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാല് XMLന്റെ DTD മാറ്റിയിട്ട് XML സ്കീമ ഡോക്യുമെന്റും സോ ദാറ്റ് പ്രോഗ്രാമർ എക്സ്ചേഞ്ചിന് വെക്കാനും, പിന്നെ HTTPയിൽ എങ്ങനെ ഡോക്യുമെന്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുകയും, അത് മാത്രമല്ല ആ പ്രോട്ടോകോൾ ഡിക്ലറേറ്റീവ് ആക്കുകയും ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ക്ലയന്റ് പ്രോഗ്രാം എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് ജനറേറ്റ് ചെയ്യാം കേട്ടോ, $WSDL എന്ന് ഇട്ടാൽ മതി. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ക്ലയന്റ് പ്രോഗ്രാം എഴുതുന്ന അത്ര API എക്സ്പോസ് ചെയ്യാൻ എളുപ്പമായി. അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് ഇവര് വാഡിൽ എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ നോക്കി റെസ്റ്റ്, പക്ഷെ അത് വിജയിച്ചില്ല. പക്ഷെ ഇപ്പൊ ഓപ്പൺ APIയും മറ്റേതൊക്കെ വന്നപ്പോ കോഡ് ജനറേഷനിൽ സ്കോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ക്ലയന്റ് API ആരും സാധാരണ മറ്റേ നമ്മൾ WSDL പറയുമ്പോ മെത്തേഡ് ജനറേറ്റ് ആവുന്നതാണോ? അതാണോ ഈ കോഡ്? അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ XSD2 മറ്റേ ഇതാക്കിയാ പോരെ, മറ്റേ സ്വിഫ്റ്റ് ആക്കി കഴിഞ്ഞാൽ സ്വിഫ്റ്റ് കോഡ് കിട്ടും നിങ്ങൾക്ക് അത് കൺസ്യൂം ചെയ്യാനുള്ള. ഈ APIs കോൾ ലെവൽ ഇന്റർഫേസ് ആയിട്ട് വിളിക്കുന്നതാണ് പല ആപ്ലിക്കേഷനും നല്ലത്. APIs കോൾ ലെവൽ ഇന്റർഫേസ് ആയിട്ട് വിളിക്കുന്നത്. അതായത് അപ്പൊ API ഓട്ടോമാറ്റിക്കലി ഫംഗ്ഷൻ കോൾസ് ഉണ്ടാക്കാൻ പറ്റിയാ പോരെ. അവിടെ API ഉണ്ടെന്ന് അറിയേണ്ട കാര്യം എന്താ? റെസ്റ്റ് API ഉണ്ടെന്ന്. അതായത് നമുക്ക് വേണ്ട ഇത് ഡെഫിനിഷൻ കൊടുക്കുന്നു, അത് അതായത് നമ്മള് ഒരു DSL അല്ലെങ്കിൽ ഒരു API ലെയർ വെച്ചിട്ട് അത് റെസ്റ്റിലോട്ട് തങ്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് URIs ഒക്കെ മാറ്റാം, അങ്ങനെ കുറെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതായത് മെയിൻ പ്രോബ്ലം എന്താ പറയുക, റിമോട്ട് APIയുടെ ക്ലയന്റും സെർവേഴ്സും ഇൻഡിപെൻഡന്റ്ലി മൂവ് ചെയ്യണം, അല്ലെങ്കിൽ കപ്ലിംഗ് വരും. സെർവേഴ്സും ഇൻഡിപെൻഡന്റ്ലി മൂവ് ചെയ്യണം. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ഫസ്റ്റ് മൊബൈൽ ആപ്പില് ഞങ്ങൾ ഉപയോഗിച്ചത് മറ്റേ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡാറ്റയെ XML സീരിയലൈസ് ചെയ്തിട്ട് മറ്റേ വീക്ക്ലി ടൈപ്ഡ് സർവീസ് ആണ് ഉപയോഗിച്ചത്. ഡാറ്റ അയച്ചാലും സർവീസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാം. അല്ല, നമ്മുടെ റോബസ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൾ ലെവൽ ഇന്റർഫേസ് ചേഞ്ച് ചെയ്യില്ല. മനസ്സിലായി. പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നാണ് മാർട്ടിൻ ഫൗളറും മറ്റവന്മാരൊക്കെ പറയുന്നത്. പക്ഷെ അത് പ്രാഗ്മാറ്റിസം അല്ല. അതായത് ഈ സോപ്പ് റെസ്റ്റ് ഒക്കെ സ്റ്റാൻഡർഡൈസ് ആവണേക്ക് മുമ്പ് HTTP വെച്ചിട്ട് ബൈനറി പേലോഡ് അയച്ചിരുന്നേ, സീരിയലൈസ് ചെയ്തിട്ട് base64 ചെയ്തിട്ട്. അതിന് തെറ്റെന്ന് ഞാൻ അങ്ങനെ അയച്ചിരുന്നു, base64 ആയിട്ട്. ഇതാണ് മറ്റേ കോൾ ലെവൽ ഇന്റർഫേസ് എന്ന് പറഞ്ഞത് അല്ലേ? ഇത് ഇങ്ങനെ വീക്ക്ലി അല്ല, കോൾ ലെവൽ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സിഗ്നേച്ചർ ഫോർ ദി അപ്സ്ട്രീം ലെയർ. വയർ ലെവൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ യു കമ്മ്യൂണിക്കേറ്റ്, അതായത് സീരിയലൈസ് ചെയ്യണം എങ്ങനെയാണ്, ഹാൻഡ് ഷേക്ക് ചെയ്യണം എങ്ങനെയാണ്, അത് കോൾ ലെവൽ ഇന്റർഫേസിന് അറിയേണ്ട കാര്യമുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ കോൾ ലെവൽ ഇന്റർഫേസിന് ഒരു വീക്ക് ഇത് വെക്കുമ്പോ അതാണ് ഇത്തിരി കൂടി. അല്ല, കോൾ ലെവൽ ഇന്റർഫേസ് എന്ന് പറഞ്ഞ സാധനം ടൈപ്ഡ് ആണെങ്കിലും
നിങ്ങളുടെ ചാനലും ടൈപ്പ്ഡ് ആവണം എന്നാണ് സോപ്പൊക്കെ പറയുന്നത്. ഓക്കെ. റെസ്റ്റ് സ്ലിപ്പ് എങ്ങനെയാ അവര് പറയണെന്ന് അറിഞ്ഞൂടാ. അപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വിട്ടിരുന്നത് ബേസിക്സ് ഫോർ എൻകോഡ് ചെയ്തിട്ട് ഒരു ആക്ഷൻ സ്ട്രിങ്ങും ഒരു കാർഗോ ആണ്. ആ കാർഗോനെ ബേസിക്സ് ഫോർ ഡീകോഡ് ചെയ്തിട്ട് XML റിക്കവർ ചെയ്തിട്ട് ഒരു ഡാറ്റ എടുത്തിട്ട് ഇത് ചെയ്തു. അപ്പൊ പിന്നെ എന്ത് ചേഞ്ച് അവിടെ ഇത് ചെയ്യണം. എനിക്ക് എന്റെ കോൺട്രാക്ട് എപ്പോഴും കിട്ടും. അപ്പൊ എന്റെ ഇപ്പൊ മൊബൈൽ ഡെവലപ്മെന്റ് ഫാസ്റ്റ് ആയിട്ടാണ്. ഓക്കെ. അപ്പൊ അത് പറയുമ്പോ ആൾക്കാര് മൊബൈലിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാനും പറ്റും അല്ലെ? അതെ അതെ. എന്നിട്ട് എന്തെങ്കിലും ഓക്കെ. അപ്പൊ WST ലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ മെയിൻ പ്രശ്നം വെച്ചാൽ ഒബ്ജക്റ്റീവ് സിക്ക് കോഡ് ജനറേറ്റർ ഉണ്ടായിരുന്നില്ല XSD ചെയ്യുന്നത്. സാറേ ഈ അതിപ്പോ അച്ചീവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്പെസിഫിക്കേഷൻ ഫസ്റ്റ് API ഡെഫിനിഷൻ നടത്തും. അതായത് ഓപ്പൺ API സ്പെക് വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ ക്ലയന്റ് സൈഡ് ജനറേറ്റ് ചെയ്തിട്ടും. അതാണ് ഇപ്പൊ ഓപ്പൺ API അതിലോട്ട് ഇപ്പൊ വാഡിലിന് പകരം വന്നത് ഓപ്പൺ API ആണ്. പക്ഷെ അത് എത്ര മെച്ചൂരിറ്റി എത്ര കാലം ഇപ്പൊ 1-2 ഏറിയ 4 കൊല്ലമായിട്ടുണ്ടാവും. ആണോ? കാരണം അതെ അല്ല എനിക്ക് ഞങ്ങളുടെ ഈ പ്രൊജക്റ്റിലെ ഞാൻ അത് അറ്റംപ്റ്റ് ചെയ്ത് കണ്ടുള്ളൂ. ഞങ്ങൾ മോക്ക് സെർവർ വെച്ചിട്ട് ഇത് കൊടുക്കും, സെർവർ അപ്പ് ചെയ്ത് കൊടുക്കും. ഈ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? കോൺട്രാക്ട് ആണോ? അതെ അതെ, ഓപ്പൺ API സ്പെക് ചെയ്തേ. എനിക്കറിയില്ല, ഞാൻ വായിച്ചു നോക്കണം. അല്ല അത് കണ്ടിട്ടാവാൻ സാധ്യതയുണ്ട്. മറ്റേ ഓപ്പൺ API ഡെഫിനിഷൻ കൊടുക്കില്ല നമ്മള്. അത് ചിലപ്പോ ഇങ്ങനെ കണ്ടന്റ് ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അതൊരു ഇതല്ലേ? അതെ അതെ അതെ. ഓക്കെ. അത് നിങ്ങളുടെ ഒരു സർവീസിന് ഇത്ര കാര്യങ്ങൾ ഉണ്ടാവണം ആ ഒരു രീതിയിൽ അല്ലെ? അതെ, ആ URL-ഉം റിക്വസ്റ്റും റെസ്പോൺസ് ഒക്കെ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുന്നത് YAML ഫയലായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അതല്ല കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങളൊരു സർവീസ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ മൊബൈൽ കൺസ്യൂം ചെയ്യുന്നത് ഇതിങ്ങനെ ആയിരിക്കും. അപ്പൊ അതിന് മുകളിലാണ് ഞാൻ താഴ്ത്തട്ടിൽ നിന്നാ ചിന്തിച്ചത്. ശ്രീത്തെ അതല്ല നമ്മളിപ്പോ ഇത് ഡിസ്കസ് ചെയ്യണത് ഒരു മെക്കാനിസം ഔട്ട് ദയർ. നമ്മൾ അതിന്റെ പുറത്ത് നിന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണത്, മനസ്സിലായില്ലേ? എന്നാലും നമുക്ക് അതിന്റെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ കോൾ ലെവൽ ഇന്റർഫേസ് വയർ ലെവൽ പ്രോട്ടോകോൾ, അത് എന്റെ കണ്ണിൽ അതൊരു കോമൺ നോളജ് ആയിരുന്നു. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷനേ ആൾക്കാരുടെ കയ്യിലില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം വയർ ലെവൽ പ്രോട്ടോകോൾ ഡീകോഡ് ചെയ്താൽ എങ്ങനെ നിങ്ങൾ പ്രോക്സി ചെയ്തത്? API ഗേറ്റ്വേസ് എഴുതണം എങ്ങനെയാ? GRPC ട്രാഫിക് വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ നമ്മള് ഒരു കൺസ്യൂം ചെയ്യുമ്പോൾ ഇത് അറിയേണ്ട കാര്യമില്ല. സാറേ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഈ മറ്റേ ഈ കോൾ ലെവൽ ഇന്റർഫേസ് ഡിഫൈൻ ചെയ്യാൻ IDLs ഒക്കെ വല്ലതും യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. ഞാൻ ഇന്റർഫേസ് ഡെഫിനിഷൻ ലാംഗ്വേജ് ഉപയോഗിക്കണത് ഞാനൊരു പക്ഷെ ഉണ്ടിട്ടാ. ഇപ്പൊ അബ്സ്ട്രാക്ട് ഇൻഡെക്സ് നൊട്ടേഷൻ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ എന്തോ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതല്ലേ? അപ്പൊ ടെക്നിക്കലി ഒരു കോഡ് ജനറേറ്റർ അതാണെന്നുള്ളൂ കേട്ടോ. അതായത് ഒരു API സ്പെക് ലാംഗ്വേജ് വേണമെങ്കിൽ നമുക്ക് എഴുതാം. പക്ഷെ വയർ ലെവൽ സാധനമായിട്ട് കപ്പിൾഡ് അല്ലാതെ എഴുതുന്നതുകൊണ്ട് അർത്ഥമില്ലാത്തതുകൊണ്ടായിരിക്കും. മാറ്റർ ഓഫ് റൈറ്റിംഗ് ഇന്റർഫേസസ് ആണല്ലോ. അതെ അതെ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് വെച്ചപ്പോ വയർ ലെവൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ NDR നെറ്റ്വർക്ക് ഡാറ്റ റെപ്രസെന്റേഷൻ ആണ് ജാവ ഉപയോഗിക്കുന്നത്. മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കുന്നത് XDR ആണ് അവരുടെ റിമോട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്. അപ്പോ ഒന്ന് ലിറ്റിൽ ഇന്ത്യൻ ആണ്, ഒന്ന് ബിഗ് ഇന്ത്യൻ ആണ്. ഇപ്പൊ രണ്ടും ബിഗ് ഇന്ത്യൻ ആയതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് വരും ഈ വയർ ലെവൽ പ്രോട്ടോകോൾ വരുമ്പോ. കിട്ടിയ അപ്പൊ നമ്മളിവിടുന്ന് ഒന്നൊന്ന് അയക്കുമ്പോ അവിടെ 65,500 സാധനം പറഞ്ഞു വരും. അല്ല ഞാൻ സിയിൽ നിന്നൊരു സ്ട്രക്ട് സീരിയലൈസ് ചെയ്തിട്ട് ജാവയിൽ എഴുതി റീഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ അതായത് ആക്ച്വൽ വയറിംഗ് കിട്ടില്ല, പക്ഷെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അല്ലല്ല, അതാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, മറ്റേ മൈക്രോസോഫ്റ്റ് ലേ ഔട്ട് കൗണ്ട് സീക്വൻഷ്യൽ എന്ന് കൊടുത്ത് യൂണിയൻ ഒക്കെ ഉണ്ടാക്കാം, പാക്ക് ചെയ്യാം ഡിക്ലറേറ്റീവ്ലി. അല്ല, ആ സീരിയലൈസേഴ്സ് അത് ഞാൻ പറയട്ടെ, ഇപ്പോ അതിന്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞ ഒരു ക്രോസ് ലാംഗ്വേജ് ബ്രിഡ്ജ് എഴുതി. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു 6 മറ്റേ എന്താ പറയാ, ഞാൻ ജസ്റ്റ് നോക്കട്ടെ അതിന്റെ ഡയഗ്രം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ കാണും. പറ
അല്ല ഇത് ഇപ്പൊ JVM CLR ആ ഒരു കമ്പാരിറ്റീവ് അപ്രോച്ച് ശരിക്കും നോർമേറ്റീവ് സ്ട്രക്ചർ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഇതിലും ബെറ്റർ സാധനം ഇല്ല സാറായെന്ന് തുടങ്ങി പറയുമായിരുന്നു. പക്ഷെ ഇത്രയും കൃത്യമായത് എനിക്കിപ്പോ ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ റീസെന്റ് എഫേർട്സില്. അതെ അതെ അതെ. അല്ലെ ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ഈ കമ്പ്യൂട്ടിങ്ങിന് എന്നിട്ട് അപ്പൊ നമുക്ക് വി കൻ കട്ട് അക്രോസ്, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ തന്നെ API ഇട്ടപ്പോ ഞാൻ ഇത്രയും ഒരു ബിസിനസ് ഈ വയർ ലെവൽ പ്രോട്ടോകോൾ ഒരു പാസിംഗിൽ പറയാന്ന് വിചാരിച്ചു. പക്ഷേ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ കൺഫ്യൂഷൻ എന്താ അറിയാമോ? ഇപ്പൊ ഗൂഗിൾ പ്രോട്ടോകോൾ ബഫർ അതൊരു ബൈനറി ഫോർമാറ്റാ. പക്ഷേ gRPC HTTP2 ആണ്. അപ്പൊ HTTP2ക്ക് ഇൻലൈൻ ആയിട്ട് ബൈനറി കണ്ടന്റ് അയക്കാനുള്ള മെക്കാനിസം ഉണ്ടെന്ന് അറിഞ്ഞു തുടങ്ങി പീപ്പിൾ വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്, മനസ്സിലായില്ലേ? അപ്പൊ ODBC ഇൻഎഫിഷ്യന്റ് ആണെന്ന് വിചാരിക്കും. അതായത് ഈ ബൈനറി സീറോസ് ആൻഡ് വൺസ് എന്നുള്ളത് മൂവിയിലും ടെലിവിഷനിലും കൊള്ളാം, മറ്റേ ഇത് പഠിക്കാം. ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈറ്റ് ഓഫ് ഡാറ്റ ആയിട്ട് കാണാം, സീറോസ് ആൻഡ് വൺസ് കാണാൻ. അപ്പൊ നെയിം, ഏജ്, സാലറി, ശ്രീജിത്ത് ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് ശ്രീജിത്ത് എങ്ങനെ എൻകോഡ് ചെയ്തേക്കുന്ന അനുസരിച്ചിരിക്കൂലേ അതിന്റെ ബൈനറി സ്ട്രീം. എല്ലാം ബൈനറിയാണ്, അതാണ് ആ സെൻസിലെല്ലാം ബൈനറിയാ. അല്ല അത് അപ്പൊ കുക്ക്ഡ് മോഡ് എന്താന്ന് പറയേണ്ടത്. ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടിങ്ങിന് വേണ്ടി ഒരു യൂണിഫൈഡ് ലിറ്ററസി ഉണ്ടാക്കുന്നില്ല ആരും, മനസ്സിലായില്ലേ? ഇപ്പൊ API എന്ന് പറഞ്ഞാല് ഇപ്പൊ വേറൊരു ഡിസ്കഷൻ ഗ്രൂപ്പ് ആണെങ്കിൽ ഒറ്റയടിക്ക് പോയി വെബ് വേണോ സോപ്പ് വേണോ മറ്റൊരു അതായത് API മെക്കാനിസം ഉണ്ടാക്കുന്നവര് ആലോചിക്കുന്ന ഒരു കാര്യവും ചിന്തിക്കൂല. API പ്രോസസ്സും മാത്രമല്ല, API എങ്ങനെ ഒരു ഡെവലപ്പറെ ബാധിക്കുന്നതെന്നല്ലേ ചിന്തിക്കും. അപ്പൊ പിന്നെ അവിടെ നടക്കുന്ന ഡിസ്കഷൻ ശുഷ്കമായിരിക്കില്ലേ? ഇപ്പൊ ലിറ്റിൽ ഇന്ത്യൻ ബിഗ് ഇന്ത്യൻ ഇപ്പൊ ജാവയിലൊക്കെ ഇന്റർവ്യൂ ക്വസ്റ്റൻ ആയതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ പറയും. പക്ഷെ ലിറ്റിൽ ഇന്ത്യൻ ബിഗ് ഇന്ത്യന്റെ ഇടി കൊണ്ടല്ല അറിയാൻ പറ്റുള്ളൂ. അപ്പൊ കോൾ ലെവൽ ഇന്റർഫേസ് വയർ ലെവൽ പ്രോട്ടോകോൾ എന്താണെന്ന് തിരിച്ചറിയാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ODBC ADO.NET മറ്റേ JDBC RPC അങ്ങനത്തെ സാധനത്തിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ടാ. അപ്പൊ എല്ലാം വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പൊ ഒരു പ്രോട്ടോകോൾ, ഇപ്പൊ ഗൂഗിൾ പ്രോട്ടോകോൾ ബഫർ പ്ലസ് gRPC എങ്ങനെയാ വർക്ക് ചെയ്യണമെന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ പിന്നെ ഒരു ക്ലിക്ക് ഹൗസ് വയർ ലെവൽ പ്രോട്ടോകോൾ പ്ലസ് TCP, അല്ലെങ്കിൽ പോസ്റ്റ്ഗ്രസിന്റെ വയർ ലെവൽ പ്രോട്ടോകോൾ പ്ലസ് TCP അങ്ങനെ വർക്ക് ചെയ്യുന്നു. ഇനി അതേ ഇത് തന്നെ HTTP ഡ്രൈവറും ഉണ്ട് അവർക്ക്, മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ JDBC തന്നെ 5 ടൈപ്പ് ഡ്രൈവർ ഉണ്ട്. ഇപ്പൊ ചിസ്റ്റാഡറ്റിൽ എഴുതാൻ നോക്കിയ ഡ്രൈവർ ടൈപ്പ് 4 കണ്ടായിരുന്നു, ടൈപ്പ് 3, മനസ്സിലായ? അപ്പോ ഇതൊരു വാസ്റ്റ് എക്കോസിസ്റ്റം ആണ്. അപ്പൊ എന്തോ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ലെൻസ് കൊണ്ടുപോയി വെച്ചില്ലെങ്കിൽ വി വിൽ ബി ഇന്റർപ്രറ്റിംഗ് സംതിങ് എൽസ്. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രോബ്ലം. അപ്പൊ ഒരു HTTP2 ഇല്ലേ, അപ്പൊ അതിൽ ആക്ച്വലി അവര് ഒരു വയർ ലെവൽ ഫോർമാറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ശരിക്കും. അല്ലാതെ ബൈനറി കണ്ടന്റ് ഇടാൻ പറ്റും, അല്ലാണ്ട് അവര് സീരിയലൈസേഷൻ പറയുന്നില്ല. അവര് ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റ ട്രാൻസ്പോർട്ട് ചെയ്യും അവരുടെ ടണൽ ചെയ്യും. അപ്പൊ അവിടെ ഞാൻ പറയട്ടെ, അതായത് മറ്റോടത്ത് ഇപ്പൊ ടെക്സ്റ്റ് ഇപ്പൊ ഒരു മറ്റോടത്ത് 2 രീതിയുള്ളൂ. ഒന്ന് ബേസിക് സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ മറ്റേ അറ്റാച്ച് ചെയ്യണം. അല്ല ഞാൻ ചോദിക്കുന്നത് അതല്ല. അതായത് ഇപ്പൊ മറ്റേതിന് ഇപ്പൊ ഒരു ടെക്സ്റ്റുവൽ ഇപ്പൊ ഒരു സെമാൻറ്റിക്സ് ഉണ്ട് ആ മെസ്സേജ് ഫോർമാറ്റിന്. ആർക്ക്? മറ്റേ HTTP 1.1. അപ്പൊ നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് പാർസ് ചെയ്തെടുക്കണം. അല്ല, സ്റ്റാൻഡേർഡ് ഒരു ഇതുണ്ട്. അതായത് ഫസ്റ്റ് ലൈൻ എന്തായിരിക്കും? ഗെറ്റ് ആണ്, പോസ്റ്റ് ആണ്, വെർബ് ആയിരിക്കും. തൊട്ടടുത്ത് URI ആയിരിക്കും, പിന്നെ HTTPയുടെ വെർഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വിടും, അത് കഴിഞ്ഞിട്ട് കുറെ കീ വാല്യൂ, അത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ വിടും, പിന്നെ ടെക്സ്റ്റ്. അതാണ് HTTP 1.1. അപ്പൊ ഇതിനകത്ത് ബൈനറിക്ക് വേണ്ടി സ്ലോട്ട്, അതായത് കീപ്പിംഗ് സെയിം ഫോർമാറ്റ്. കേട്ടില്ല, പറ. ബൈനറിക്ക് വേണ്ടി സ്ലോട്ട് പിൽക്കാലത്ത് മൈം എക്സ്റ്റൻഷൻ ആയിട്ട് മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് അവര് അറ്റാച്ച്മെന്റ് ആഡ് ചെയ്യാനുള്ള സാധനം കൊണ്ടുവന്നു. കണ്ടന്റ് ആഡ് ചെയ്യണമെങ്കിൽ ബേസിക് സ്റ്റോർ ചെയ്യണം. നിങ്ങൾക്ക് ബൈനറി അയക്കാം. അതായത് ഒന്നുമില്ല, ബേസിക് സ്റ്റോർ ചെയ്തിട്ട് ബോഡിയിൽ ഇടാം, അല്ലെങ്കിൽ മൈം ബൗണ്ടറി വെച്ചിട്ട് റോ ആയിട്ട് ഇടാം. അതായത് ഇപ്പൊ മൈക്രോസോഫ്റ്റിന്റെ ASP.NET 10 MB ഫയൽ ആണെങ്കിൽ നിങ്ങൾ മൈം ബൗണ്ടറി നിങ്ങൾ തന്നെ പാഴ്സ് ചെയ്യണം.
ASP.NET സഹായിക്കില്ല. റോ ആയിട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വൺ ഓഫ് ദ സർവീസ് അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അല്ല, ഞാൻ ചോദിച്ചു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ, അപ്പൊ മറ്റോടത്ത് ബൈനറി ഈ ടെക്സ്റ്റിൽ നിന്ന് നേരെ അതായത് ബാക്ക്വേർഡ് കോമ്പാറ്റബിൾ എന്തായാലും ചെയ്യണമല്ലോ. അപ്പൊ ടെക്സ്റ്റും സപ്പോർട്ട് ചെയ്യും പ്ലസ് ബൈനറി ഫോർമാറ്റ് എന്ന് പറയും. അല്ല, എസ്കേപ്പ് ഇട്ടിട്ട് ബൈനറി സ്ട്രീം പാസ് ചെയ്യാം. അതായത് ആ എസ്കേപ്പ് ഉള്ള ഏരിയയിൽ അത് എന്റെ കണ്ടന്റിന്റെ സെമാന്റിക്സ് HTTP2 കെയർ ചെയ്യുന്നില്ല എന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അവിടെ ഗൂഗിൾ പ്രോട്ടോകോൾ ബഫറിന്റെ ജനറൽ സ്കീം മാറിയിട്ടില്ല. അതായത് വേണമെങ്കിൽ ആ എക്സ്റ്റൻഷനുള്ള സാധനം നടുക്കൊണ്ടുവരാൻ ഒരു എസ്കേപ്പ് സ്ലോട്ട് ഇട്ട് കൊടുത്തു. അതായത് ബൈനറി ചാനൽ ഉണ്ട്, പക്ഷെ അതിന്റെ സെമാന്റിക്സ് ഞാൻ കെയർ ചെയ്യുന്നില്ല. അതായത് ഒരു ലെങ്ത് ഒക്കെ പറയണ്ടാവും അവര് ഇത്ര പറഞ്ഞിട്ട്. അല്ല, പക്ഷെ അത് ദാറ്റ് ഈസ് ബെറ്റർ ദാൻ base64. കാരണം base64ന് 33% എക്സ്പാൻഷൻ ഉണ്ടല്ലോ. അയ്യോ, പക്ഷെ അത് ടെക്സ്റ്റുവൽ ആവാൻ പറ്റില്ല. ബൈനറി ഫസ്റ്റ് ആയിരിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാല്. അല്ല, അത് അവർക്ക് എസ്കേപ്പ് ചെയ്യാം. അതായത് അറ്റ് ദി എൻഡ് ഓഫ് ദ തിങ് അതിന്റെ പാഴ്സിങ് കോംപ്ലിക്കേറ്റഡ് ആവുന്നല്ലേ ഉള്ളൂ. പാർസിങ് ശരിയാ. ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ടെക്സ്റ്റുവൽ ആയിട്ട് ഇപ്പൊ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. മറ്റേത് എന്നിട്ട് എസ്കേപ്പ് വന്നിട്ട് വരുമ്പോ ഒരു ബൈനറിയിലോട്ട് മോഡിലോട്ട് സ്വിച്ച് ചെയ്യും. എന്നിട്ട് ആ കണ്ടന്റ് എടുത്തിട്ട് കണ്ടന്റ് ഹാൻഡിലാണ് കൊടുക്കും. റെക്കോർഡ് ഹാൻഡ്ലേഴ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അപ്പൊ അത് നമ്മളങ്ങനെ അതിന്റെ സെർവർ 3-4 ഒക്കെ ആയി ഇപ്പൊ. അതുകൊണ്ട് ഇപ്പൊ പിന്നെ അതിന്റെ RFC വായിക്കണമെങ്കിൽ ഒരു കൊല്ലം എടുക്കും. അത് ടോയ് സെർവർ എഴുതി ആഡ് ചെയ്യാം, മനസ്സിലായോ? അതിന്റെ ഫീല് കിട്ടും. അല്ലെ ഇപ്പൊ നമ്മള് HTTP4ന്റെ ഇംപ്ലിമെന്റേഷന്റെ മറ്റവന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ മതിയായിരുന്നു. ഏത് എന്ത് കോള്? മെറ്റാ കോള്. അവന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തെങ്കിൽ അത് ചെയ്യായിരുന്നു. ശ്രീത്തെ ഈ 2020 ഞാനൊരു സെഷൻ എടുത്തു. അപ്പൊ അതില് അറ്റൻഡ് ചെയ്യാൻ വന്ന ഒരു സ്പെയിൻകാരന് ആണ്. അവന്റെ പ്ലാറ്റ്ഫോമാണ് മെറ്റാകോള്. അല്ല, അപ്പൊ ആ ഒരു അങ്ങനെയല്ല. നമ്മളെ ഈ ഒരു ഇപ്പോ ഞാൻ പറഞ്ഞേ ഒരു പ്രോട്ടോകോൾ ഓറിയന്റഡ് തിങ്കിങ് വേണം നമുക്ക്. എന്നാലേ നമുക്ക് അഡ്വാൻസ് സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായോ? പലപ്പോഴും ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു റെപ്പൽ എഴുതണം. റെപ്പൽ എന്ന് പറഞ്ഞാൽ എന്താണോ ഒരു ലൈൻ എഡിറ്ററിൽ കമാൻഡ് അടിക്കുന്നതിന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. റെപ്പൽ പ്രോപ്പർ രീതിയിൽ സ്ട്രക്ചർ ചെയ്തില്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ പറ്റില്ല, സ്ക്രിപ്റ്റിംഗ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ വരുമ്പോ ഇതിന്റെ ആവശ്യമുണ്ടോ? വർക്ക് ചെയ്താൽ പോരെ. അപ്പൊ നമ്മള് മെയിൻ പ്രോബ്ലം ഉണ്ടാകും നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോഴേ. ഇപ്പൊ ചെസ് കളിക്കണ വരിക, ഒരു നെക്സ്റ്റ് മൂവ് ആന്റിസിപ്പേറ്റ് ചെയ്യോ, അതെ 2 മൂവ് 5 മൂവ് ആന്റിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾ കാണുന്ന റിയാലിറ്റി വേറെ ആയിരിക്കും. അപ്പൊ ഈ 5 മൂവ് ആന്റിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എൻഡ് ടു എൻഡ് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പൊ അവിടെയാണ് ഇങ്ങനത്തെ ഈ APIയുടെ ഇപ്പൊ നമ്മൾ API എന്നുള്ള സാധനം ഏതൊക്കെ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാം, എങ്ങനെയാണ് അതിന്റെ പേലോഡ് ഹാൻഡിൽ ചെയ്യണേ എന്നുള്ളത് ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ വലിയ കാര്യമല്ലെങ്കിലും ആസ് എഞ്ചിനീയേഴ്സ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ us. ഇവിടെ കിട്ടിയ ഇപ്പൊ ഫോർ എ പേഴ്സൺ ലൈക്ക് ശ്യാം ഹു ഇസ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഹിസ് കരിയർ ക്യാൻ ചേഞ്ച് ഹിസ് ലൈഫ്, മനസ്സിലായില്ലേ? അതായത് ഇതിന്റെ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ ഇപ്പൊ base64 എന്താന്ന് പഠിക്കും. ഇപ്പൊ base64 ഒരു ഡീകോഡർ വായിച്ചിട്ട് എനിക്കും ചെയ്യാൻ പറ്റും എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഒരു ഡീകോഡർ എഴുതുമ്പോ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ കിട്ടിയ അതായത് ഇപ്പൊ നമ്മളിപ്പോ base64 എൻകോഡർ ഡീകോഡർ എഴുതാൻ പഠിച്ച ഇതേ base64 ഡീകോഡറാണ് നമ്മള് മറ്റേ മെയിലിന് അറ്റാച്ച്മെന്റ് ഇടാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ കിട്ടിയ അവിടെ അപ്പൊ UU എൻകോഡ്, ROT 13 ഇങ്ങനെ കുറെ ആൾട്ടർനേറ്റ് എൻകോഡിംഗ് സ്കീംസ് ഉണ്ട്. അപ്പൊ പിന്നെ മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡിലോട്ടും ക്രിപ്റ്റോഗ്രഫിയിലോട്ടും ഡിജിറ്റൽ സിഗ്നേച്ചറിലോട്ടും ഡിസ്റ്റൻസ് വളരെ കുറഞ്ഞു. അവിടെയാണ് ഇതിന്റെ ഗെയിം വരുന്നത്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ യു ക്യാൻ ഓരോ ലെയറിനും അതിന്റെ അബ്സ്ട്രാക്ഷൻ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മറ്റേ ചൈനീസ് വിസ്പർ മാതിരിയാവും. അതായത് അവിടത്തെ കോഡ് ഇവിടെ എത്തുമ്പോഴേക്കും വേറെ എന്തെങ്കിലും ആവും. അതാണ് അതിന്റെ ഒരു പോയിന്റ്. ഇത് പോയാ അല്ല സാറേ, മറ്റേ സോളിഡ് ടു ലിക്വിഡ് ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല മറ്റേ API ഡിസൈൻ? തീർച്ചയായും. അതായത് അതിപ്പോ അതൊരു സോളിഡ് ടു ലിക്വിഡ് എന്ന് പറഞ്ഞാൽ
ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഈ അത് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സംബഡി ഹാസ് ടു വാക്ക് അലോങ് വിത്ത് മീ. ഇവിടെ കിട്ടിയ ഓക്കെ ഓക്കെ. എന്നാലേ അല്ല അത് ഞാൻ കിട്ടുള്ളൂ. പറയണമെന്നില്ല ഇപ്പൊ. അല്ല, ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഫ്രം സോളിഡ് പ്രിൻസിപ്പിൾസ് ടു ലിക്വിഡ് സ്ട്രീം എന്നാണ് അതിനെ പറഞ്ഞത്. അതായത് നമ്മൾ എങ്ങനെ ഒരു മിനിമം വയബിൾ ഇംപ്ലിമെന്റേഷൻ ചെയ്ത് അതിനെ റീഫാക്ടർ ചെയ്ത് ആദ്യ കാലങ്ങളിൽ ഒരു പ്രൊസീജിയറൽ API ഫിറ്റ് ചെയ്ത് പിന്നെ ഒരു ഊപ്പ് API ഫിറ്റ് ചെയ്ത് പിന്നെ ഒരു കോമ്പണന്റ് ലെവൽ API ഫിറ്റ് ചെയ്ത് പിന്നെ മറ്റേ കോമ്പോസിറ്റ് വിസിറ്റർ API ഫിറ്റ് ചെയ്ത് പിന്നെ അതെങ്ങനെ ഐറ്ററേറ്റർ ആയിട്ട് ഫ്ലാറ്റൻ ചെയ്ത് അത് പിന്നെ ഒബ്സർവബിൾ ആക്കി സ്ട്രീം ആക്കി മാറ്റി പിന്നെ ഒബ്സർവബിൾ സ്ട്രീം ആക്കി മാറ്റി ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആക്കുന്ന സ്കീമിനെയാണ് സോളിഡ് ടു ലിക്വിഡ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു മിനിമം വയബിൾ ഇംപ്ലിമെന്റേഷൻ, അതിന് മറ്റേ ഒരു റീഫാക്ടർ ചെയ്തിട്ട് ഒരു പ്രൊസീജിയറൽ API പിടിപ്പിക്കുക, അതിനെ ഫർദർ റീഫാക്ടർ ചെയ്തിട്ട് ഒരു ഊപ്പ് ലെവൽ API ഒരു ക്ലാസ് ലെവൽ API കൊടുക്കുക. അത് പറ്റിയില്ലെങ്കിൽ അതും ബെറ്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കോമ്പണന്റ് ലെവൽ API കൊടുക്കാം, ക്ലാസ് വിത്ത് മോർ ദാൻ വൺ ഇന്റർഫേസ്. ഇതൊരു ടൈപ്പ്ഡ് സിസ്റ്റം പോയിന്റ് ഓഫ് വ്യൂ വന്നത്. കോമ്പണന്റിനെ നമുക്ക് കോമ്പോസിറ്റ് ആക്കി ട്രാൻസ്ഫോം ചെയ്യാം, കോമ്പോസിറ്റിനെ കോമ്പോസിറ്റ് വിസിറ്റർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, കോമ്പോസിറ്റിനെ മറ്റേ എന്താ പറയുക ഫ്ലാറ്റൻ ചെയ്ത് ഐറ്ററേറ്റർ ആയിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ ഐറ്ററേറ്ററിനെ സ്ട്രീം ആക്കിയിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാം, സ്ട്രീം അല്ലെങ്കിൽ റിയാക്റ്റീവ് സ്ട്രീം ആക്കാം. അവിടെ എത്തിയപ്പോൾ ലിക്വിഡ് തീർന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ സം ടൈപ്പ് പ്രൊഡക്റ്റ് ടൈപ്പ് പാറ്റേൺ മാച്ചിങ് ചെയ്യുന്നതിനാണ് ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഈ ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഇതും API ഇംപ്ലിമെന്റേഷന് നല്ല ഗുണമുണ്ട്. അപ്പൊ ഈ സോളിഡ് ടു ലിക്വിഡ് എന്ന് പറഞ്ഞ ഫ്രെയിംവർക്കിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ആക്ച്വലി ടോക്ക് അബൌട്ട് ഇറ്റ്. ഞാൻ ഇതിന്റെ സമ്മറി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, റെക്കോർഡിംഗ് ഒന്ന് പെറൂസ് ചെയ്താൽ മതി. അതായത് നാളിതുവരെയായിട്ടുള്ള പ്രോഗ്രാമിംഗ് മോഡൽസ്, നാളിതുവരെയായിട്ടുള്ള ഡിസൈൻ പ്രിൻസിപ്പിൾസും യൂണിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് സോളിഡ് ടു ലിക്വിഡ്. അതായത് ഫ്രം സോളിഡ് പ്രിൻസിപ്പിൾസ് ടു ലിക്വിഡ് സ്ട്രീംസ് എന്നാണ് വിളിച്ചത്. അതിലിപ്പോ ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ശരത് ഈസ് ഡൂയിങ് സം റിസർച്ച് ഓൺ ഇറ്റ്. അത് ഫിനിഷ് ആയി കഴിഞ്ഞാൽ എഫക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വരും. അപ്പൊ സോളിഡ് ടു ലിക്വിഡ് പിന്നെ മറ്റേ ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആഡ് ചെയ്തപ്പോൾ അതിനെ സോളിഡ് ടു ലേക്ക് എന്നാണ് വിളിക്കണേ. എഫക്റ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് ടു ബ്ലഡ് ആവും. അപ്പൊ സ്ട്രീം എന്ന് പറഞ്ഞത് മറ്റേ റിയാക്റ്റീവ് സ്ട്രീമിനെ ഉദ്ദേശിക്കണേ. ലേക്ക് എന്ന് ഉപയോഗിക്കുന്നത് മറ്റേ ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൂടി ആഡ് ചെയ്യുമ്പോൾ ചേഞ്ചസ് ഉള്ളത് കൊണ്ട് എഫക്റ്റ് ഉള്ളത് കൊണ്ട് ബ്ലഡ്. അപ്പൊ നമുക്ക് ആദ്യം സോളിഡ് ടു ലിക്വിഡ് എന്താന്ന് പഠിക്കാം ഒരു ദിവസം. ഡാറ്റ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ 3 വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് സെഷൻ വെക്കാം ചേർത്തെ. മനസ്സിലായോ? അതായത് എങ്ങനെ മിനിമം വയബിൾ ഇംപ്ലിമെന്റേഷനിൽ നിന്ന് മറ്റേ എഫക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എത്താന്ന്, അതൊരു വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ അതിന്റെ ഈ സോളിഡ് ടു ലിക്വിഡിന്റെ ലാറ്റർ പാർട്ട് C++ റിയാക്റ്റീവ് പ്രോഗ്രാമിംഗ് എന്നുള്ള ബുക്കിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്പർ പാർട്ട് അത് കഴിഞ്ഞിട്ടുണ്ടായതാണ്. ഞാൻ സെഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. സോളിഡ് ടു ലിക്വിഡിന്റെ സ്ലൈഡ്സ് ഒക്കെ എന്റെ ഇതിലിരിപ്പുണ്ട്. ഇഫ് യു വാണ്ട് എ യൂണിഫൈഡ് അപ്രോച്ച് ടുവേർഡ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഡിസൈൻ പ്രിൻസിപ്പിൾസ്, അതിനത് ചിസ്റ്റാഡാറ്റയിൽ അത് ആർക്കിടെക്ചറിലോട്ട് സ്കെയിൽ ചെയ്യുമെന്ന് ഞാൻ കണ്ടുപിടിച്ചു. നമ്മളിപ്പോ കണ്ടുപിടിച്ചേക്കണ ഫിസിക്കൽ ലെയർ, എലമെന്റ് ലെയർ, മറ്റേ ഈ ഓർഗനൈസേഷൻ ലെയർ, മറ്റേ മെക്കാനിസം ലെയർ ആയിട്ട് വളരെയേറെ കൊഹിറൻസും ഉണ്ട്. അപ്പോ അതൊരു API ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജിയിൽ, API ഇംപ്ലിമെന്റേഷൻ അല്ല, സിസ്റ്റം എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂല് വളരെയേറെ ഇതാണ്. അതിന്റെ കൂടെ ഈ പാറ്റേൺസ് ഓഫ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിലെ കുറച്ച് പാറ്റേൺസ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഒരു വേൾഡ് ക്ലാസ് മിഡിൽ വെയർ എഞ്ചിനീയർ ആവാനുള്ള എല്ലാ കരുത്തും ഉണ്ട്. അപ്പൊ അത് ഒരു ഇറ്റ്സ് എ ടോപ്പിക് വിച്ച് റിക്വയർസ് എന്താ പറയാ, അത് സ്ലൈഡ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ, കാരണം അല്ലെങ്കിൽ അത് കേറില്ല. പക്ഷെ ഇപ്പൊ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് അതിന്റെ മെറ്റാ ലെവൽ, അതായത് സോളിഡ് ടു ലിക്വിഡ്, സോളിഡ് ടു ലേക്ക്, സോളിഡ് ടു ബ്ലഡ്, ആ പെർസ്പെക്റ്റീവില് ചിന്തിക്കാനും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനെ കാണാൻ പറ്റി കഴിഞ്ഞാൽ അതായത് എന്താ പറയാ, ഒരു പ്രാഗ്മാറ്റിക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള സ്ഥലത്ത് വലിയ ലിമിറ്റ് ഒന്നും ഉണ്ടാവില്ല. അല്ല റിസർച്ചേഴ്സിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ തോറ്റുകൊള്ളു ഇവിടെ കിട്ടിയ. അപ്പൊ ആ ഒരു ഇതുണ്ട്. അപ്പൊ APIയില് ടോപ്പ് ഇതില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ വയർ ലെവൽ പ്രോട്ടോകോൾ തന്നെ നമ്മളൊരു 5-6 പ്രോട്ടോകോൾ ഡൈസെക്ട് ചെയ്താലേ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു നോളജ് വരുള്ളൂ. അപ്പൊ ആ പ്രോസസ്സിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഡു
അഡീഷണൽ തിങ്സ് വിച്ച് വിൽ ഗെറ്റ് എ മറ്റേ എന്താ പറയാ ഒരു പേ ഓഫ് വെൻ യു ഡീൽ വിത്ത് അതർ സബ്ജക്ട്സ്. അപ്പൊ നമ്മളൊരു ബേസിക് പിക്സൽ പ്ലോട്ടിംഗ് റുട്ടീനിൽ നിന്ന് ഒരു പ്രിമിറ്റീവ് ഉണ്ടാക്കുന്ന ഒരു ഇമ്മീഡിയറ്റ് മോഡ് ലൈബ്രറി ഉണ്ടാക്കി അതിന്റെ മുകളിൽ ഒരു സീൻ ഗ്രാഫ് ലെയർ വെച്ച് പിടിപ്പിച്ച് ഒരു ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് ഓൺലി പ്രോഗ്രാമിംഗ് സ്കില്ല് കൂടുമെന്ന് മാത്രമല്ല, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പഠിക്കുന്നു മാത്രമല്ല, സോഫ്റ്റ്വെയർ ഒരു സീരീസ് ഓഫ് സോഫ്റ്റ്വെയർ ക്ലാസ്സസിലോട്ടുള്ള എൻട്രി ആയിരിക്കും. അപ്പൊ അതിന്റെ ഉള്ളിലാണ് ഞാൻ അതെങ്ങനെ ഒരു ഡാറ്റ സ്ട്രക്ചർ അപ്രോച്ചിന് പകരം അതെങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വ്യൂ എടുക്കുക എന്നുള്ളതാണ് സോളിഡ് ലിക്വിഡ് കാണിക്കുന്നത്. അതായത് വെൻ യു ഇംപ്ലിമെന്റ് കോമ്പോസിറ്റ് API, ഓഫ് കോഴ്സ് നിങ്ങൾ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കോമ്പോസിറ്റ് മറ്റേ എന്താ പറയാ ഈ വിസിറ്റർ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്ട്രക്ചർ ബിഹേവിയർ സെപ്പറേഷൻ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പൊ അത് നിങ്ങൾക്ക് ആൻഡ്ലർ അങ്ങനത്തെ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ റീസൺ ചെയ്യാൻ പറ്റും. ഇനി ഫ്ലാറ്റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മുകളിൽ പ്രെഡിക്കേറ്റ്സ് വെക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ റോസ്ലിൻ, ലിങ്ക്, ജാവയുടെ സ്ട്രീംസ്, പിന്നെ മറ്റേ റിയാക്റ്റീവ് സ്ട്രീംസ് ഒക്കെ കിടിലനായിട്ട് റീസൺ ചെയ്യാൻ പറ്റും. അത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലോട്ട് സ്കെയിൽ ചെയ്തതിനാണ് ഞാനൊരു ഒരു എൻഗേജ്മെന്റ് ഉണ്ടായപ്പോൾ ശരത്തിനോടും മറ്റേ അലക്സിനോടൊക്കെ ചോദിച്ച് ഒരു സ്പാർക്ക് ഇസ് ഈക്വൽ ടു ഡിസ്ട്രിബ്യൂട്ടഡ് റിവേഴ്സ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഇഡിയോ ഉണ്ടാക്കിയിട്ട് ആ പ്രോബ്ലം അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സോളിഡ് ടു ലിക്വിഡ് ഇസ് മസ്റ്റ്. ഓക്കെ, വി വിൽ ആക്ച്വലി ടേക്ക് എ സെഷൻ ഓൺ ഇറ്റ് വിച്ച് ഐ ഓൾറെഡി ഗോട്ട് സ്ലൈഡ്സ്. അത് കാരണം അതുണ്ടെങ്കിലേ നമുക്ക് API കുറച്ചും കൂടി കോംപ്രിഹെൻസീവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ചെറുതായിട്ട് ഇതാണ് ഇത് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും ഇപ്പൊ ബൈനറി API ഇപ്പൊ ലാല് നേരത്തെ ചോദിച്ചില്ലേ റേറ്റ് ലിമിറ്റിംഗ് ഉണ്ടോ? അത് ഇപ്പൊ അങ്ങനെയല്ലേ ഒരു ഏതാ ഇപ്പൊ മോർ ഓഫ് ഒരു നെറ്റ്വർക്കിലെ സിസ്റ്റത്തിന്റെ API ഡിസൈൻ ഫോക്കസിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് അതായത് ഈ സോളിഡ് സോളിഡിലേക്ക് പോലെ നമ്മൾ നെറ്റ്വർക്കിൽ പോണ എന്തിനാന്ന് അറിയാമോ? കാരണം അവിടെയാണ് നമുക്ക് ഇപ്പൊ റെസ്റ്റ് API കൺസ്യൂം ചെയ്യാൻ ആർക്കറിയാത്ത അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എഞ്ചിനീയർ പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോൾ അവിടെ കോൾ ലെവൽ ഇന്റർഫേസ് റെസ്റ്റ് ഇന്റർഫേസ് വേണോ അതെയോ മറ്റേ ക്ലയന്റ് ജാർ സ്ട്രാറ്റജി അല്ലെങ്കിൽ ക്ലയന്റ് അസംബ്ലി സ്ട്രാറ്റജി വേണോ? അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇനി ഈ റെസ്റ്റ് എന്നുള്ളത് ഇന്റർ അപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആണോ നല്ലത് അതെയോ ഇന്റർ സിസ്റ്റം കമ്മ്യൂണിക്കേഷൻ ആണോ നല്ലത്? ഇല്ലേ? കാരണം ഈ മറ്റേ എന്താ പറയാ ഈ ഇവന്റ് ഡ്രിവൺ സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന സെമാൻറ്റിക്സ് അല്ല നമ്മൾ ബിസിനസ് ഇന്റഗ്രേഷൻ ഉപയോഗിക്കണേ. ഇപ്പം വന്നു എല്ലാവരും കുറച്ച് റെസ്റ്റ് ഉപയോഗിക്കും, എന്നിട്ട് ഉള്ളിൽ സോപ്പാക്കി മാറ്റുന്ന, എന്നിട്ട് അപ്പുറത്ത് റെസ്റ്റ് ആക്കിയിട്ട് പിന്നെ സോപ്പാക്കുന്ന സിസ്റ്റം ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ജസ്റ്റ് ബിക്കോസ് 4 വെണ്ടേഴ്സ് ഹാൻഡിൽ ചെയ്തുകൊണ്ട്. അപ്പൊ കോൺവേസ് ലോ ഉണ്ടായത് റെസ്റ്റ് സോപ്പ് ഡിവൈഡ് ചെയ്യാറാണെന്നാണ് നമ്മൾ ആലോചിക്കുക. മനസ്സിലായി? അപ്പൊ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു OS ഒരു ചെറിയ ഫംഗ്ഷൻ എഴുതി, അല്ലെങ്കിൽ math.py അല്ല math.sin എഴുതുമ്പോൾ അവിടെ API കാണുന്നുണ്ടോ? അല്ലെങ്കിൽ മെട്രിക്സ് 2Dയിലെ API കാണുന്നുണ്ടോ? ഇനി സോക്കറ്റ് ഇപ്പോ ജാവ ലെവലിൽ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് റാപ്പർ ഉണ്ട്. അപ്പൊ then you are missing a lot. കാരണം സോക്കറ്റ് ഒരു സ്റ്റേറ്റ്ലെസ് API ആക്കാൻ നോക്കുന്നുണ്ട് ജാവയും C#. പക്ഷെ നിങ്ങൾക്ക് ഫൈൻ ഗ്രെയിൻ കൺട്രോൾ ആണെങ്കിൽ അത് സ്റ്റേറ്റ്ഫുൾ ആയിരിക്കണം. അപ്പൊ നിങ്ങള് ബെർക്ലി സോക്കറ്റ് API അല്ലെങ്കിൽ വിൻ സോക്കറ്റ് ഇന്റർഫേസ് അറിയണ്ടേ? അപ്പൊ കോഴ്സ് ഗ്രൈൻഡ് API കൺസംഷൻ ഇസ് എ ബാഡ് വേ ടു ലുക്ക് അറ്റ് ഇറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ചങ്ക്ഡ് ഫയൽ അപ്ലോഡ് ചെയ്യുന്ന API ഉണ്ടാക്കണം, ഗെയിം അറിയാം, സ്റ്റേറ്റ്ഫുൾ ആവില്ലേ? മനസ്സിലായില്ലേ? അതെ അല്ല സാറേ, പക്ഷെ ഇവിടെയും ഇത് നെറ്റ്വർക്കാണ്. അതായത് നമ്മൾ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എന്നുള്ള സ്കോപ്പിലെ API ഡിസൈൻ ആണ് നമ്മളിപ്പോ അങ്ങനെയാണെങ്കിൽ പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ വയർ ലെവൽ പ്രോട്ടോകോൾ കോൾ ലെവൽ ഇന്റർഫേസിലോട്ട് എത്തിക്കൊള്ളൊന്നും വേണ്ട. പക്ഷേ അല്ല അറിയാതെ ഞാൻ ക്ലെയിം ചെയ്യാനുള്ള മറ്റേതിലോട്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അല്ലല്ല എനിക്ക് മനസ്സിലായി. അല്ല ഇപ്പൊ ശ്രീജു ചോദിച്ച ആദ്യത്തെ ചോദ്യം, അതായത് ഫോർ ഹിം ഇറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്ഷൻ ആൻഡ് ദാറ്റ്സ് എ വാലിഡ് വേ ടു ലുക്ക് അറ്റ് ഇറ്റ്. സി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്പൺ റീഡ് റൈറ്റ് ക്ലോസ്
എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ API ഇല്ലേ? അതായത് നിങ്ങൾക്ക് വേറൊന്നും കീബോർഡ് വേണ്ട. ഓപ്പൺ ചെയ്യാം. ഏതാ? വേറൊന്നും വേണ്ട. വേറെ ഒന്നും വേണ്ട. അല്ല, അതിനാണല്ലോ പറയണേ മെക്കാനിസം ഡിസൈൻ ചെയ്യാൻ വേണ്ടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിലൊന്നും വേണ്ട. യൂണിക്സിന്റെ കേണലൊക്കെ ഒന്ന് ഡീകോഡ് ചെയ്താൽ മതി. ഇവിടെ കിട്ടിയ പിന്നെ ബാക്കിയൊക്കെ സിമുലേഷൻ സോഫ്റ്റ്വെയർ വെച്ചിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് അവർ വാങ്ങിക്കോളും. അപ്പൊ അല്ലല്ല, അത് ശ്രീധ ഒരു ബുക്ക് പറഞ്ഞുതരാം. ആർട്ട് ഓഫ് യൂണിക്സ് പ്രോഗ്രാമിംഗ് കേട്ടിട്ടുണ്ടോ ബുക്ക്? ഇല്ല. അത് നിങ്ങളൊന്ന് വേണമെങ്കിൽ പോയിന്റ്. അതായത് അല്ല, ഞാൻ ഈ API ഡിസൈനിൽ തന്നെ മെക്കാനിസം വേഴ്സസ് പോളിസിയാണ് മറ്റേ ഈ ലിനക്സിന്റെ യൂണിക്സിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. യൂണിക്സ് ഏതാ? എറിക് സ്റ്റീവൻ റെയ്മണ്ട് ആണോ? അയാളാരെന്ന് അറിയാമോ? ഇല്ല, ഞാൻ വായിക്കുക. ഫാദർ ഓഫ് ഓപ്പൺ സോഴ്സ് മൂവ്മെന്റ്. സ്റ്റാൾമാൻ ആരാണ്? മാങ്ങ പറിക്കാൻ പോയതല്ല കേട്ടോ, അത് ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെന്റ് ആണ്. ഇവന്മാരെ തമ്മിൽ അടിയാന്നറിയാമോ? ഇല്ല. ഇയാള് തന്നെയാണ് ഹാക്കേഴ്സ് ഡിക്ഷണറി എഴുതിയത്. ഇയാളാണ് കത്തീഡ്രൽ ആൻഡ് ദ ബസാർ എന്നുള്ള ബുക്ക് ഉണ്ട്, ഒന്ന് അടിച്ചു നോക്കിയേ. കത്തീഡ്രൽ ആൻഡ് ദ ബസാർ. കത്തീഡ്രൽ ആൻഡ് ദി ബസാർ അല്ലേ? അതായത് ഓപ്പൺ സോഴ്സ് മൂവ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പുള്ളി എഴുതിയതാ. അങ്ങനെയാണ് OSI ലൈസൻസ് ഉണ്ടായത്. മോസില ഫൗണ്ടേഷനൊക്കെ സ്ഥാപിക്കുന്നത് ആ ബുക്കിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ്. അതായത് മൈക്രോസോഫ്റ്റ് പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ആണല്ലോ, ആപ്പിളൊക്കെ. അവർ ചെയ്യുന്നത് കത്തീഡ്രൽ മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഓപ്പൺ സോഴ്സ് ബാസാർ മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണ്. അതൊരു അഡ്വക്കസി ബുക്കാണ്. അതായത് ഇപ്പൊ ഈ എന്താ പറയാ, സാംസ്കാരിക വെൽ ഗ്രൗണ്ടഡ് ഡെവലപ്പർ എന്ന് പറയും. ഒരു സാംസ്കാരിക പ്രബുദ്ധതയുള്ള ഡെവലപ്പർ ആകുമ്പോൾ ഇതൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ മറ്റേ പലരുടെയും അത് ഞാൻ പറഞ്ഞേ, ഇപ്പോ ആർട്ട് ഓഫ് യൂണിക്സ് പ്രോഗ്രാമിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രാമിംഗ് കാണുന്നത് തന്നെ മാറും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ യൂണിക്സിന്റെ ഹിസ്റ്ററി ഉണ്ട്. ഈ മോറിസ് ഞാൻ പറഞ്ഞില്ലേ, ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് നമ്മൾ പ്രകടിത ഭാവതലത്തിൽ ഡെയിലി പ്രാക്ടീസ് വെച്ചിട്ട് ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലാർജ് കാര്യങ്ങൾ കാണാൻ പറ്റില്ല. അപ്പൊ ഈ ESR മറ്റേ എന്താ പറയാ, ഈ നമ്മളെങ്ങനെയാണ് ഇതിലോട്ട് വന്നത്? യൂണിക്സ് പ്രോഗ്രാമിംഗ് മെക്കാനിസം വേഴ്സസ് പോളിസി. അപ്പൊ യൂണിക്സ് വിൽ ഗീവ് യു മെക്കാനിസം, പോളിസി ഹാസ് ടു ബി സെറ്റ് ബൈ ദ യൂസർ. അതിനു വേണ്ടിയാണ് അവർ ഷെൽ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത്. അപ്പൊ കുറച്ച് എവറി പ്രോഗ്രാം ഈസ് എ കമാൻഡ് ആൻഡ് എവറി കമാൻഡ് ഈസ് എ പ്രോഗ്രാം. പിന്നെ കമാൻഡ് കോമ്പോസിഷൻ ആണ്. കമ്പോസ് ചെയ്ത് ഫങ്ഷണൽ കമ്പോസിഷൻ വരെ കമാൻഡ് കമ്പോസ് ചെയ്ത് നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ കുറെ ഫോക്ലോറും അതിന്. അപ്പൊ യൂണിക്സിന്റെ ഉള്ളില് 1969 അത് വന്നെങ്കിലും ഇപ്പോഴും ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ പഠിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഡിസൈൻ പഠിക്കുന്ന ഒരാള് യൂണിക്സ് ഇന്റേണൽസ് കോഡ് ചെയ്യാൻ വേണ്ടിയല്ല, അതിന്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി. ഇപ്പൊ സ്പ്രിങ് ഉപയോഗിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് സ്പ്രിങ് ഡീകൺസ്ട്രക്ട് ചെയ്ത് പഠിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സോഫ്റ്റ്വെയർ ഡിസൈനിന് വേറെ എങ്ങും പോകണ്ടാവില്ല. മനസ്സിലായില്ലേ? ആസ്പെക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനും ഊപ്പിനും കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ലൈബ്രറിയാണ് സ്പ്രിങ്. അപ്പൊ ഈ API സ്പ്രിങ്ങിന്റെ മുകളിൽ ചെയ്യുന്നതും GRPസിയുടെ മുകളിൽ ചെയ്യുന്നതും ചിലപ്പോൾ വാനില റെസ്റ്റിന്റെ മുകളിൽ ചെയ്യുന്നതും വേറെ വേറെ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ആയിരിക്കും, സ്ട്രാറ്റജി ആയിരിക്കും. അങ്ങനത്തെ ബുക്സും മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതാണ് അതിന്റെ ഒരു ഗെയിം. എന്റെ നേരത്തെ കോൺവെർസേഷൻ കുറച്ച് കട്ടായി പോയി. പക്ഷെ പോപ്പുലർ ഫോക്ലോർ ആയ അജയില് അതിൽ ഇത്തിരി കോൺട്രവേഴ്ഷൻ ഉണ്ട്. അപ്പൊ ഒരു API ഡെവലപ്മെന്റിന് പറ്റൂല അല്ല ശരിക്കും പറഞ്ഞാൽ. അത് എക്സിക്യൂഷന് പറ്റും, പക്ഷെ അതൊരു അങ്ങനല്ല. API ഡെവലപ്മെന്റ് പറ്റുമെന്ന് പറഞ്ഞാല് ഒരു അപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന് അത് പറ്റും. പക്ഷെ ഒരു പ്ലാറ്റ്ഫോം പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് അപ്രോച്ച് എടുക്കാതെ എങ്ങനെയാണ് നിങ്ങൾ ഒരു API മാർക്കറ്റ് പ്ലേസ് ഉണ്ടാക്കുന്നത്? അല്ല, അതാണ് നമ്മളിത് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ടെക്നോളജി ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈസ് ഔട്ട്സൈഡ് അജൈൽ. ഒരു പ്രോസസ് ലെവലിലാണ് ശരിക്കും.
നമ്മുടെ മറ്റേ ഫ്രെയിംവർക്ക് ഇല്ലേ, യുജീനിയ ചാങ്ങിന്റെ ഫ്രെയിമിൽ ഒരു സ്പെസിഫിക്കേഷൻ, ആ മോഡൽ API പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റേത് ഓപ്പറേഷണൽ പോയിന്റ് ഓഫ് വ്യൂലാണ് അജയിൽ വരുന്നത്. ശ്രീത്ത്, അതൊരു കാര്യമുണ്ട്. ഒരു പ്രാക്ടീസിങ് എഞ്ചിനീയർ, അതും ഒരു കറകളഞ്ഞ പ്രാക്ടീസിങ് എഞ്ചിനീയർ, നിങ്ങൾക്ക് ഇംപ്ലിമെന്റേഷൻ കൺസേൺ ഫസ്റ്റ് വരുന്നുണ്ട്. മനസ്സിലായേ? അത് പക്ഷെ അങ്ങനെ എടുക്കരുത്, ഒരു സ്ട്രാറ്റജിസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ എടുക്കും. ശ്രീത്തിന് ഒരു സർവീസസ് ബയാസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്റെ ആരോപണം. അത് നിങ്ങൾ കുറച്ചുകൂടി പച്ചക്കറി അത് ഞാൻ പറഞ്ഞില്ലേ ശ്രീത്തെ, പ്രൊവൈഡർ ക്ലാസ്സിലോട്ട് റെസ്റ്റ് ഫ്രണ്ടിനാണ് തിങ്ക് ചെയ്താൽ കളി മാറി. അത് ശ്രീത്തിന് ഒരിക്കലും പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾ അതുമാതിരി API കൺസ്യൂം ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾ ഒരു സൂപ്പർ ആപ്പ് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ നടന്ന വേൾഡ് വേറെ ആയിരിക്കില്ലേ? ലോക്കൽ API അല്ലേ നിങ്ങൾ കൂടുതൽ കൺസ്യൂം ചെയ്യുക, എന്നിട്ട് പിന്നെ അതല്ല ചെയ്യണം. അപ്പൊ നിങ്ങൾ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ, നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ലെയർ ഉണ്ടല്ലോ, സൂപ്പർ ആപ്പിന്റെ ഇവന്റ് ഹാൻഡ്ലിംഗ് ലെയർ, ഒരു തരം റെസ്റ്റ് ആണ് അല്ലേ? ലോക്കലി നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു സെർവർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നമുക്ക് പറഞ്ഞ പോലെ ഒരു ലോങ് ടേം വിഷൻ ഉണ്ടാവണം തുടക്കം തന്നെ. അത് ആരാ ചെയ്യണേ? അത് ടെക്നോളജി ലീഡർഷിപ്പ് ഉള്ള റോളിലുള്ള ആൾക്കാരെ ചെയ്യാം. അതായത് അജയിലിന് ഔട്ട്സൈഡ് ആണത്. അമാൽഗമേറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞത്. അല്ല, അത് അമാൽഗമേറ്റ് ചെയ്യാ. ശരത്തെ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? ഇപ്പൊ ശ്രീത്ത് പോയ സ്ഥലത്ത് ഇപ്പൊ സീല് സംഭവിച്ചു പറഞ്ഞുതരാം. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഫണ്ട് കിട്ടുമോ എന്തെങ്കിലും വരുമ്പോ എന്തൊരു അറിയാമോ, ഇവര് വിപ്രോന്ന് അവിടെ നിന്നൊക്കെ ആളെടുത്ത് ഒരു വെണ്ടർ മാനേജ്മെന്റ് ലെവലില് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ തുടങ്ങും. കേൾക്കണ്ടോ? കേൾക്കണ്ട്. പിന്നെ അവിടെ പുതിയ ഫീച്ചേഴ്സ് വരുമ്പോ ആക്സിഡന്റൽ കോംപ്ലക്സിറ്റി ആണ്. അത് ശ്രീജിത്ത് അതാണ് അഡ്രസ് ചെയ്യണത് ശരിക്കും. പക്ഷെ അതിന് അപ്രണ്ട് പൊളിറ്റിക്കൽ ഗെയിം ഉണ്ട് ശ്രീജിത്തെ. അത് ശ്രീജിത്ത് കളിച്ചില്ലെങ്കിൽ അതായത് ടെക്നോളജി ന്യൂക്ലിയസ് ഇല്ലാത്ത കമ്പനികളാണ് അപ്പൊ അത്. അല്ല, ടെക്നോളജി ന്യൂക്ലിയസ് ഇവോൾവ് ചെയ്ത് വരാൻ പറ്റുള്ളൂ എന്നല്ലേ ആൾക്കാർ വിശ്വസിക്കണേ. അത് ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ലാന്ന്. അതുണ്ടെങ്കിൽ തന്നെ അംഗീകരിക്കൂലെന്ന്. മനസ്സിലായി? കാരണം അപ്പൊ അവര് ഓപ്പറേഷൻ പറഞ്ഞതാണ് അജയലിന്റെ ഫണ്ടമെന്റൽ എനിക്ക് തോന്നുന്നത്. അജയിൽ ഒരു ഓപ്പറേഷണൽ ഓപ്പറേഷണൽ ലെവലിലാണ്. അതല്ല ഞാൻ പറയട്ടെ, ഇപ്പൊ ശ്രീത്ത് വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ സൂപ്പർ ആപ്പിലും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ല എന്താ പറയാ അനുപ്രസ്ഥാതിത ആധിഷ്ഠിത പദ്ധതി. വൈശാഖ അതല്ലേ? എന്താണ് ഒന്നുകൂടി പറഞ്ഞേ? വൈശാഖ പോയ അപ്പൊ ഒരു ഹൊറിസോണ്ടൽ ലെയർ ഉണ്ടാക്കണം. പക്ഷേ 5 ടീമിന്റെ കയ്യിലായിരിക്കുന്നു ശ്രീജിത്തിന്റെ മറ്റേ സൂപ്പർ ആപ്പിന്റെ കോമ്പണൻസ് ഇരിക്കണേ. അത് വന്നത് എങ്ങനെയാ? കാലേ കുട്ടി അത് പ്ലാറ്റ്ഫോം അപ്രോച്ച് എടുക്കാത്തോണ്ടാ. അത് എന്റർപ്രൈസിനും ഉണ്ടെന്ന്. മെച്ചോർഡ് എന്റർപ്രൈസിന് നല്ല ആർക്കിടെക്ചർ ഉണ്ട്. പക്ഷെ ആർക്കിടെക്ചർ വോൺ ഗ്യാരണ്ടി യു മെച്ചോർഡ് എന്റർപ്രൈസ്. ഇവിടെ കിട്ടിയ അപ്പൊ ആൾക്കാർ പറഞ്ഞ എന്താണ്, ഇവൻച്വലി അത് ആയിക്കോളൂ എന്ന്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ പ്ലാനിങ് തന്നെ? അജയിൽ വിട്, അജയില് ആർട്ടിഫാക്ട്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ഥലത്തല്ലേ. ഒരു കൊഹറന്റ് ആയിട്ടുള്ള ടീമിനെ വെച്ച് ഒരു കോലൊക്കേറ്റ് ചെയ്ത് ഒരു മിനിമം കോർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നം തരും. ഞാൻ അജയലിന് ഉദ്ദേശിച്ചതേ പ്രോസസ് ഓറിയന്റഡ് അല്ല. അങ്ങനെ നിങ്ങൾ കണ്ടത് ഇതല്ല, ഇത് അതിന്റെ മുകളില. കാരണം അജയ് ഓപ്പറേഷണൽ തലത്തിൽ എത്തണേക്കാൾ മുമ്പ് സ്ട്രാറ്റജൈസ് ചെയ്യണം. അതാണ് ടെക്നോളജി ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അത് ചെയ്യാന്ന് പറഞ്ഞാൽ പീസ്ഫുൾ അപ്രോച്ച് എടുത്താൽ പറ്റില്ല എന്ന് മനസ്സിലായില്ലേ? കാരണം ഇപ്പൊ ഞാൻ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ API ഡിസൈനെ കുറിച്ച് ഇപ്പൊ എടുത്ത് ഇപ്പൊ ജിസ്റ്റ ഡാറ്റയിലെ എല്ലാ കോമ്പണന്റും പ്രോഗ്രാമബിൾ ആക്കിയാൽ മനസ്സിലായ, അത് കോൺഫിഗറേഷൻ ലെവലിലും ആക്ഷൻ ലെവലിലും. എന്നിട്ട് അതിന്റെ മുകളിൽ API ലേഔട്ട് ചെയ്തിട്ട് ആ API കൺസ്യൂം ചെയ്തിട്ട് വേണം ഡൗൺ സ്ട്രീം സർവീസ് കൊടുക്കാൻ. ഇവിടെ കിട്ടിയ അതായിരുന്നു എന്റെ ഗെയിം. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പാർട്ട്മെന്റലൈസ് തിങ്കിങ് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റില്ല.
മനസ്സിലായില്ലേ? അപ്പൊ കോലൊക്കേഷൻ ഇല്ലാത്തതുകൊണ്ടും ഇപ്പൊ നിനക്ക് നിന്റെ പണി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ശ്രീത്തിനൊരു അപ്രോച്ച് ഉണ്ട്, എനിക്കൊരു അപ്രോച്ച് ഉണ്ട്. നമുക്ക് തമ്മില് ഒരു നോർമേറ്റീവ് അപ്രോച്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് ഫ്രെയിം വെക്കണ്ടേ ശ്രീത്തെ? അപ്പൊ അതിൽ ആരുടെ ഫ്രെയിം ആണെന്നൊരു പൊളിറ്റിക്കൽ ബാറ്റിൽ വരാലോ. ഓക്കെ, ഇനിയിപ്പോ ഈവണി നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഫ്രെയിമാ മനസ്സിലായി, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഫ്രെയിമാ മനസ്സിലായി, എന്റെ കൺവീനിയൻസിന് അതല്ല എനിക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവിടെ ഒരു പൊള്ളു വരുമോ? അപ്പൊ അവിടെ ഒരു ജൂറിക്ക് പോകും. ജൂറി ഔട്ട് ആണെങ്കിലോ നമ്മൾ തമ്മിലല്ല പിടിക്കുക, ഒരാൾ ചാടി പോയിട്ട് മറ്റാൾ പറഞ്ഞതായിരിക്കും. മനസ്സിലായി? അപ്പൊ ആ പ്രശ്നം വരുമെന്ന്. പക്ഷെ തുടക്കത്തിലെ തന്നെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഒരു കൊഹറന്റ് കോർ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 5000 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാണ്. നിങ്ങൾ നേരത്തെ പോയി ഉണ്ടാക്കുന്നതിന് പകരം 5000 സ്ക്വയർ പ്ലാൻ ചെയ്യുക, എന്നിട്ട് ഒരു കോർ ഹൗസ് ഉണ്ടാക്കുക, എന്നിട്ട് പതുക്കെ റൂം ആഡ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കിട്ടിയ അപ്പൊ മാർക്കറ്റിലോട്ട് പോകണമെങ്കിൽ 5000 സ്ക്വയർ ഫീറ്റ് ഒരുമിച്ച് പണിയണം, പെയിന്റ് അടിക്കണം എന്ന് പറഞ്ഞാൽ തെറ്റും. അപ്പൊ ആ കോർണറിലെ ടൈം കിട്ടുന്നത് അത് അജൈലായതുകൊണ്ട് മാത്രമല്ല, തിങ്കിങ്ങും ഇപ്പോ ഒരു ഓർഗനൈസേഷൻ എല്ലാവരും സ്വന്തം കമ്പനി തുടങ്ങാനാണല്ലോ പോണേ, വേറെ കമ്പനിയിൽ പൈസ ഇല്ലാത്തോണ്ട് കണ്ടിന്യൂ ചെയ്യണല്ലേ. അപ്പൊ ഡോക്ടർമാര് ഹോസ്പിറ്റൽ തുടങ്ങിയില്ലെങ്കിൽ അവര് ഡോക്ടർ അല്ലാന്ന IT കാര് പറഞ്ഞേ. അപ്പൊ പിന്നെ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ ആർക്ക് ടൈം ഉണ്ട്? അപ്പൊ ആ പ്രോബ്ലം അഡ്രസ് ചെയ്യാം. അപ്പൊ സ്ട്രാറ്റജിക് തിങ്കിങ്ങിന്റെ പ്രശ്നമാണത്. അതൊരു കേപ്പബിലിറ്റിയുടെ പ്രശ്നമാണോ അത് പ്രയോറിറ്റിയുടെ പ്രശ്നമാണോ എന്നുള്ളത് പറയണം. പക്ഷെ ഞാൻ കുറെയൊക്കെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പിത മറ്റേ ചുറ്റുപാടുള്ള മായയിൽ ആൾക്കാർ വിട്ടുപോണതാ. മനസ്സിലായി? അല്ല ഇതിന്റെ കോൺസെപ്റ്റ് വെച്ചാലേ ഇപ്പൊ പൊതുവെ നിങ്ങൾ API ഫസ്റ്റ് ഡിസൈനിലോട്ട് എത്തപ്പെടും എന്നുള്ള ഒരു ഇതല്ലേ, അതിൽ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയല്ലല്ലോ ഒരു എന്റർപ്രൈസ്. അല്ല പക്ഷെ ആ അബദ്ധം കാരണം ചിലപ്പോ നിങ്ങളുടെ ജോലി വരെ പോവാം. അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ അത് മണ്ടത്തരമെന്ന് പറയുന്നു. അല്ല നമ്മൾ അങ്ങനെയാണ് പൊതുവെ. അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറയാം, നമ്മുടെ APIയുടെ ചർച്ച നമ്മൾ കുറച്ചുകൂടി ഇപ്പോ പല സ്ഥലത്തും ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു കൊഹറൻസിന്റെ ആവശ്യമില്ല ശരിക്കും. അപ്പൊ ആൾക്കാർ അതായത് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ എനിക്കൊരു 10-15 പുതിയ ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്, വാട്ട് ടു ടേക്ക് ഹർ. അപ്പോ പക്ഷെ ആൾക്കാർ പറഞ്ഞ എന്താ, നിങ്ങൾ ഇങ്ങനെ കാലത്ത് പോലെ ഒരു കാര്യം പറയും പിന്നെ വേറെ കാര്യം പറയും. അതൊരു തരം ലീനിയർ തിങ്കിങ് ആണ്. അതായത് എനിബഡി ഹു വാണ്ട്സ് ടു ഗ്രോ ഇൻ ദ IT ഇൻഡസ്ട്രി അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് ഫാസറ്റ്സ് ഓഫ് ദ സെയിം തിങ്, അങ്ങനെയുള്ളവർ നമ്മുടെ വീഡിയോ ഉണ്ടാവാൻ മതി, ഇല്ലേ? അല്ലാണ്ട് നെക്സ്റ്റ് പ്രൊജക്ടിന് വർക്ക് ചെയ്യാൻ നോക്കണ ഈ വീഡിയോ കണ്ട കാര്യമുണ്ടോ? കിട്ടിയോ? അപ്പൊ അതേമാതിരി ഒരു പ്രോബ്ലം എല്ലായിടത്തും ഉണ്ടെന്ന്. അപ്പോ ഒരു ഇൻഡിവിജ്വൽ ഏജന്റ് വെച്ച് ഇപ്പൊ എവരി ഏജന്റ് അവിടുത്തെ സിസ്റ്റത്തിന്റെ, അതായത് അവിടുത്തെ ആ ഹയറാർക്കിക്കൽ ലെയറിന്റെ വിക്ടിമാ അല്ലെ. അപ്പൊ എന്താണ്, അതായത് ആർട്ടിഫാക്ട് വരുമ്പോ ഏജന്റ് ഇമ്പോർട്ടന്റ്, ഏജന്റ് വരുമ്പോ പ്രോസസ് ഇമ്പോർട്ടന്റ്, പ്രോസസ് വരുമ്പോ മെക്കാനിസം ഇമ്പോർട്ടന്റ്, മെക്കാനിസം വരുമ്പോ ബിസിനസ് ഇമ്പോർട്ടന്റ് ആണോ? അപ്പൊ ആ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ നമ്മള് ഒരു API എക്കണോമിയില് നമ്മളൊരു എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നമ്മൾ എവിടെ പ്ലേ ചെയ്യും? അപ്പൊ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് അറിയണമല്ലോ. അപ്പൊ അത് ചെയ്തപ്പോ അജയിലും മറ്റേ ഇത് നോക്കണ്ട. ഇപ്പൊ നിങ്ങളിപ്പോ സൂപ്പർ ആപ്പ് എഴുതുമ്പോ ഇപ്പൊ ഈവൻ ഗോജകിലും എല്ലായിടത്തും ഈ പ്രോബ്ലം ഉണ്ട്. ഗോജകിൽ ശരിക്കും അങ്ങനെ പ്രോബ്ലം വരാൻ പറ്റില്ല, കാരണം കുറച്ചും കൂടി കൊഹറന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തതാണോ ഒറിജിനലി. ഇവിടെ കിട്ടിയ കുറച്ച് പേര് റൂമിലിരുന്ന് ചെയ്താന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയപ്പോ അതില് 5 ഘടകങ്ങളുണ്ട്: ഇൻസ്റ്റാൾ, ഇൻജസ്റ്റ്, ഡിപ്ലോയ്, ഒബ്സർവ്, ആക്ട്. ഓക്കെ, അതായത് ഡാറ്റ ഇൻജസ്റ്റ് ചെയ്യണം, പിന്നെ എന്താ പറയാ, ഇൻസ്റ്റാൾ ചെയ്യണം, അതായത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം, ഡാറ്റ ഇൻജസ്റ്റ് ചെയ്യണം, പല മെഷീനിലോട്ട് അത് ഡിപ്ലോയ് ചെയ്യണം, അത് ഒബ്സർവ് ചെയ്യണം, അത് ആക്ട് ചെയ്യണം. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോ ആ മറ്റേ ഇൻസ്റ്റാൾ, ഇൻജസ്റ്റ്, ഡിപ്ലോയ്, ഒബ്സർവ്, ആക്ട് ആർക്കും പറഞ്ഞില്ല. പിന്നെ എങ്ങനെ കൊഹറൻസ് ഉണ്ടാക്കണേ?
കിട്ടിയ അപ്പൊ അവിടെ ഒരു ഓപ്പറേഷണൽ ലെയർ ഫെയിലിയർ ഉണ്ട്. ആ ഫെയിലിയർ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് പോയി ഇടപെടാൻ നോക്കി കഴിഞ്ഞാൽ എനിക്ക് പൊളിറ്റിക്കൽ റിസ്ക്കാ. അപ്പൊ ഞാൻ ഇതേ ഉള്ളൂ, പുഷ് ചെയ്ത് എത്തൂല. അപ്പൊ പിന്നെ ആരുടെ ജോലി പോവും? അവരുടെ ജോലി പോവും, എന്റെ പോവോ? അപ്പൊ അപ്പൊ എന്താ പറ്റും? എന്തൊക്കെ ചെയ്യാൻ പാടില്ല. അതിപ്പോ ലേണിംഗ് ത്രൂ ആന്റി പാറ്റേൺസുള്ള ബുക്ക് എഴുതേണ്ടി വരും ഞാൻ. ഇതങ്ങനെ അപ്പൊ ആ പ്രശ്നം വരും, മനസ്സിലായ? അപ്പൊ അത് പല പുള്ളില് ടെക്നോളജിയില് അങ്ങനെ ഒരു പുഷിന് വേണ്ടിയുള്ള നമ്മൾ സ്വയം ട്രെയിൻ ചെയ്യണം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാ ഇവിടെ കിട്ടിയ എന്നിട്ടിപ്പോ നമ്മൾ ഡെയിലി നമ്മുടെ ചുറ്റുമുള്ള കാര്യം, ഇപ്പൊ ആർക്കിടെക്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചാല് ഒരു വെബ് ആർക്കിടെക്റ്റ് ആണ്. അതായത് MEC അങ്ങനെ ഒരു 3-4 കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ആക്സിഡന്റൽ കോംപ്ലക്സിറ്റി, പൊളിറ്റിക്കൽ കോംപ്ലക്സിറ്റി, ഇതിന്റെ ഇടയിൽ കൂടിയൊക്കെ ടെക്നോളജി കയറ്റുമ്പോഴാണ് നമുക്ക് ഇന്നോവേഷൻ വേണ്ടി വരുന്നത്. ശരിയല്ലേ? ഇപ്പൊ ഈ കുറെ വീഡിയോ കണ്ടിട്ട് ആർക്കിടെക്റ്റ് ആവും ആൾക്കാര്. എന്റെ ആർക്കിടെക്റ്റിന് ഡെസിഗ്നേഷൻ വാങ്ങിക്കുമെന്ന്. ഇതൊന്നുമല്ല, അവർക്ക് ഉരുളത്തുണ്ടെന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ നമുക്കിത് അഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റൂല, ഈഗോ ലൈൻസ് വരുമല്ലോ. ഇപ്പൊ ഞാൻ പറയണേടാ, നമ്മള് മറ്റേ സ്പെസിഫിക്കേഷൻ ബേസ് സോഫ്റ്റ്വെയർ ഒക്കെ എഴുതണമെങ്കിൽ DSL ഒക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ എന്താ DSL പഠിക്കാണ്ടാണോ? എലോൺ മസ്ക് DSL പഠിച്ചോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റും. നമ്മുടെ ഒരു അതാ പറഞ്ഞേ, എല്ലാ എഞ്ചിനീയേഴ്സും ഹോസ്പിറ്റൽ ഡോക്ടേഴ്സും ഹോസ്പിറ്റലുകൾ തുടങ്ങാൻ പോണവരെയാണ്. അപ്പൊ വൈറസിനെ കുറിച്ച് കേൾക്കാൻ പോലും സമയമല്ല. കിട്ടിയ റിസ്ക് ഉണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, എങ്ങനെയാണ് അത് നോക്കണമെന്നല്ലേ. അപ്പൊ ഒരു കോമൺ കൺസെൻസസ് വേണം. പിന്നെ സോഫ്റ്റ്വെയറിന് അങ്ങനെ വെക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാല് ഈ സോഫ്റ്റ്വെയറിലുള്ള ലൈഫിലുള്ള എല്ലാ പാരഡോക്സും സോഫ്റ്റ്വെയറിൽ വരും. ശ്രീത്തെ മനസ്സിലായ? അതായത് ലോജിക്കലി തിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യാനല്ല എന്ന് ഉറപ്പാണ്. ലോജിക്കലി തിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുമോ? ഇല്ല. ആരുടെ ലോജിക്ക് എന്നുള്ള പ്രശ്നം വരില്ലേ? അത് ലോജിക്കാന്നുള്ള പ്രശ്നം വരും. അപ്പൊ ഭൂരിപക്ഷ ആൾക്കാരുടെ ലോജിക്ക് അവസാനം വിജയിക്കുമോ? അല്ലെങ്കിൽ അവിടെ മിണ്ടാതെ പോണ്ടി വരും. അല്ല അപ്പൊ പുള്ളുണ്ട് അവിടെ, മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഈ വീഡിയോ പിടിക്കണം, ഇപ്പൊ API ഇങ്ങനെ പറയുന്നു. API ഇസ് നോട്ട് ഓൺലി റസ്റ്റ് ആൻഡ് സോപ്പ് എന്ന് മനസ്സിലാക്കാന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അത് ഒരു 5 പേർക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമ്മുടെ ചുറ്റും ഒരു നല്ല എക്കോസിസ്റ്റം ഉണ്ടാവുമോ? അപ്പൊ ലേണിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? ഇതെ ഇപ്പൊ നമ്മളിപ്പോ ക്യാമറയ്ക്ക് പോയി, അപ്പൊ അജണ്ടയിൽ നിൽക്കണം എന്ന് പറയും. അപ്പൊ പിന്നെ അവിടെ ഇതില്ല, മറ്റേ സ്പീക്കർ പറയുന്ന ഗിബറിഷും കേട്ടോണ്ട് പോകണം. അയാളെ ചോദ്യം ചെയ്യാന്നുള്ളതല്ല, അയാളോട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരമില്ല എന്ന്. അപ്പൊ ഇന്ററാക്ട് ചെയ്യാതെ എങ്ങനെയാണ് നമ്മള് അഡ്വാൻസ് ടോപ്പിക് പഠിക്കണേ എന്നുള്ളത് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല. കിട്ടിയ ഇപ്പോ API മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ആമസോണിന്റെ കോംപ്ലക്സിറ്റിയാ. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഒരാളുടെ നിന്ന് കിട്ടൂല, അത് നമ്മൾ പൂൾ ചെയ്തെടുക്കണം, ക്യൂറേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്താ വെച്ചാല്, API എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മള് മറ്റേ എന്താ പറയാ, ഈ ഒരു കോൾ ലെവൽ ഇന്റർഫേസ് അല്ലെങ്കിൽ ഒരു അണ്ടർലൈങ് കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ഇന്റർഫേസസിനെ നമുക്ക് API എന്ന് വിളിക്കാം. ഇപ്പോ മിക്ക ഡൊമൈൻസിനും സ്റ്റാൻഡേർഡ് APIs ഉണ്ട്. ഇപ്പൊ ഡാറ്റാബേസിന് ഒരു സിയില് ഒരു എന്താ പറയാ SQL ആക്സസ് ഗ്രൂപ്പ് കോൾ ലെവൽ ഇന്റർഫേസ് സാക്ലി എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ODBCS ഇത് ചെയ്തേക്കുന്നതാണ്. ഇനി ഇപ്പൊ കോളംനാർ ഡാറ്റാബേസിന് ചിലപ്പോൾ നാളെ മോങ്കോഡിബിയുടെ ഇന്റർഫേസ്, കോളംനാർ അല്ല മറ്റേ ഡോക്യുമെന്റ് ഡാറ്റാബേസിന് നാളെ ചിലപ്പോൾ ഇപ്പൊ മോങ്കോഡിബിയുടെ ഇന്റർഫേസ് പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആമസോണിന്റെ RDS സപ്പോർട്ട് ചെയ്യുന്ന പല ഡാറ്റാബേസസ് ഉണ്ട്. അപ്പോ
അങ്ങനെയും നമുക്ക് എന്താ പറയാ ഓരോ ഡൊമൈനിനും അതിൻ്റെതായ API വരാം. പക്ഷേ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവില് ഈ APIs വെച്ചിട്ട് നല്ല പ്രൊഡക്ട്സും അപ്ലിക്കേഷൻസും സർവീസസും കൺസൾട്ടിങ്ങും ഡോക്യുമെന്റേഷനും കൊടുക്കുന്നതിലാണ് ഇമ്പോർട്ടന്റ്. ആ ടോപ്പിക് നമ്മളിപ്പോ കവർ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ കവർ ചെയ്തേക്കുന്നത് B സെഷനിൽ കവർ ചെയ്തേക്കുന്നത് മറ്റേ എന്താ പറയാ മറ്റേ യുണിക്സ്, വിൻഡോസ്, മാക് ഇങ്ങനത്തെ OSൽ പ്രൊസീജറൽ ലെവലില് ഓപ്പൺ റീഡ് റൈറ്റ് ക്ലോസും ക്യാരക്ടർ ഡിവൈസസിനും ബ്ലോക്ക് ഡിവൈസസിനും നെറ്റ്വർക്ക് ഡിവൈസസിനും ഒക്കെ സ്റ്റാൻഡേർഡ് API ഉണ്ട്. ഇപ്പൊ ഫയൽ സിസ്റ്റം API ഓഫ് വിൻഡോസ്, അതിന്റെ അടിയിൽ ഒരു സർവീസ് പ്രൊവൈഡർ ഇന്റർഫേസ് ഉണ്ട്. പക്ഷെ അത് അറിഞ്ഞുകൂടാന്നുള്ളൂ. ഇൻസ്റ്റാളബിൾ ഫയൽ സിസ്റ്റം DDK എന്നാണ്. DDK മൈക്രോസോഫ്റ്റിന്റെ ഡിവൈസ് ഡെവലപ്മെന്റ് കിറ്റ് ഉണ്ട്. അതായത് ഫോർ എവറി SDK ദർ വിൽ ബി എ DDK ഡ്രൈവർ കോമ്പണന്റ്, അതാണ് ഡിവൈസ് ഡ്രൈവർ കിറ്റ്. അത് വേണമെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡർ ഇന്റർഫേസ് ആയിട്ട് കാണാം, SPA. അപ്പോ ഓപ്പൺ GLനും അതിന് തന്നെ പല രീതിയിലുള്ള ആർക്കിടൈപ്സുകൾ ഉണ്ട്. ഇപ്പൊ ഇൻസ്റ്റാളബിൾ ക്ലയന്റ് ഡ്രൈവർ ഉണ്ട്, പിന്നെ സോഫ്റ്റ്വെയറിലോട്ട് തങ്ക് ചെയ്യുന്ന ടൈപ്പ് ഡ്രൈവേഴ്സ് ഉണ്ട്, ക്യാരക്ടർ ഡ്രൈവേഴ്സ് ഉണ്ട്, ബ്ലോക്ക് ഡ്രൈവേഴ്സ് ഉണ്ട്, സ്ട്രീം ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പോ ഈവൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു എന്റർപ്രൈസ് ക്ലാസ് സാധനമുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മദർ ബോർഡ് എടുക്കുക, ശ്രീത്തെ കേൾക്കണ്ടോ? ഒരു മദർ ബോർഡ് ശ്രീതുണ്ടോ അവിടെ? ഒരു മദർ ബോർഡും ഒരു എന്റർപ്രൈസ് സിസ്റ്റവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം പറയാൻ പറ്റും? സ്ട്രക്ചറലി, ഘടനാപരമായിട്ട് ഒരു മദർ ബോർഡും ഒരു എന്റർപ്രൈസ് ഒരു വ്യത്യാസമില്ല. അവിടെയുണ്ട് ബസ്, അവിടെയുണ്ട് കൺട്രോളേഴ്സ്, അല്ലേ? അവിടെ പെരിഫറൽ ഡിവൈസിൽ നിന്ന് ഡാറ്റ വരാം, മറ്റേ CPU ഒന്നും മറ്റേ കമ്പ്യൂട്ടേഷൻ വരാം, ഇല്ലേ? പ്രോഗ്രാമിൽ നിന്ന്. അതാണ് നിങ്ങളുടെ റെസ്റ്റ് ഫ്രണ്ട് എൻഡ് എന്ന് വിചാരിക്കുക. അപ്പൊ പെരിഫറലിൽ നിന്നൊക്കെ ഡാറ്റ ഇത് ചെയ്യുന്നത്. അപ്പൊ കൺട്രോളർ വഴി, ബസ് വഴി ആണ് മറ്റേ സ്റ്റോറേജ് സിസ്റ്റത്തിലോട്ട് തന്നെ. ശരിയാണോ? അപ്പൊ എന്താണ് ഒരു മദർ ബോർഡിന്റെ ലേഔട്ട് അല്ല സ്ട്രക്ചറൽ കോംപ്ലക്സിറ്റി, എന്റർപ്രൈസ് കോംപ്ലക്സിറ്റി തമ്മിൽ എന്താ വ്യത്യാസം? ഒന്ന് മിനിയേച്ചർ ലെവലിൽ പ്രോഗ്രാം ചെയ്യുന്നു, ഒന്ന് കോഴ്സ് ഗ്രൈൻ ലെവലിൽ പ്രോഗ്രാം ചെയ്യുന്നു. അപ്പോ ശരിക്കും നിങ്ങൾ ഒരു മദർ ബോർഡ് എങ്ങനെയാ വർക്ക് ചെയ്യണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ then you have got the meta model for how to reason about an enterprise infrastructure. Okay. അതിപ്പോ ഞാൻ പറയട്ടെ, മര്യാദയ്ക്ക് പ്രോഗ്രാമിംഗ് ഇല്ലേ മെറ്റാലിംഗ്വിസ്റ്റിക് ലെവലില് പഠിച്ച വർക്ക് ഫ്ലോ എഞ്ചിനീയർ ഏതാണ് ഇപ്പൊ അറിയാം? അതായത് പ്രോഗ്രാമിംഗ് ഇൻ ദ ലാർജ് എന്നാണോ, അറ്റ് ലാർജ് എന്നാണ് വർക്ക് ഫ്ലോ എന്നെ പറയണത്. അതായത് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അൽഗോരിതം ചെയ്യണവരെ കോഴ്സ് ഗ്രെയിൻ ലെവലിൽ പ്രോസസ് ചെയ്യണം. അപ്പൊ പ്രോസസ്സേഴ്സ് ആർ അൽഗോരിതംസ് ഇൻ ഡിസ്ഗൈസ്. അപ്പൊ എന്താണോ ഫൈൻ ഗ്രെയിൻ ലെവലിലുള്ളത് അതിന്റെ കോഴ്സ് ഗ്രെയിൻ ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പൊ ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ കൂടിയാലും മറ്റേ സയൻസ് പറയുന്നതും വേദാന്തം പറയുന്നതും വേൾഡ് സെൽഫ് സിമിലർ ആണ്. അപ്പോ ഏതെങ്കിലും ഒരു നാരോ ലെവലിലുള്ള സിസ്റ്റംസ് നമ്മൾ സമഗ്രമായി പഠിച്ചു കഴിഞ്ഞാൽ അത് കൂളായിട്ട് ജനറലൈസ് ചെയ്യും. ഇവിടെ കിട്ടിയ ഈ മദർ ബോർഡിന്റെ ഞാൻ മറ്റേ എന്താ പറയുക എന്റർപ്രൈസ് കമ്പ്യൂട്ടിംഗ് വന്നപ്പോ ആക്സിഡന്റലി എനിക്ക് വന്നൊരു മെറ്റഫോർ, അത് മനസ്സിലായില്ലേ? ഞാൻ എടുത്തിട്ട് മറ്റേ ഞാൻ വർക്ക് അതിപ്പോ രാജീവ് മൽഹോത്ര പുള്ളി ടെലികോം കമ്പനിയൊക്കെ പൂട്ടിയിട്ടേ പുള്ളിക്ക് പണി എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ പുള്ളി കെയർ ഹോമിലൊക്കെ പോയി മറ്റേ ഇത് ചെയ്ത് അപ്പൊ പുള്ളി പറയണേ, അതായത് കൊല്ലങ്ങളായിട്ട് പുള്ളി ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് തോന്നി okay, I didn't have any clue what to do next. So I was supposed to work with Indology, study of India. I don't know where to start. So in industry we do something called SWOT analysis, strength, weaknesses, opportunities and threat. I treated Indology as an industry and did a SWOT on it. പുള്ളിക്കെല്ലാം SWOT analysis പുള്ളിക്ക് കൂളായിട്ട് കിട്ടിയെന്ന് പറഞ്ഞ മാതിരി നമ്മള് ഒരു ഏതെങ്കിലും ഒരു നാരോ സിസ്റ്റം, വളരെ പ്രോട്ടോടൈപ്പ് സിമുലേറ്റഡ് സിസ്റ്റം ആയിക്കോട്ടെ, അത് നിങ്ങൾ ക്ലീൻ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മിക്ക സിസ്റ്റംസിനും അതേ സ്ട്രക്ചറാണ്. ഇവിടെ കിട്ടിയ ഈ മറ്റേ മദർ ബോർഡും എന്റർപ്രൈസ് സിസ്റ്റവും തമ്മിൽ എനിക്ക് വേണമെങ്കിൽ ഈ മദർ ബോർഡ് മെറ്റഫോർ എടുക്കുമ്പോൾ അവരെല്ലാം കൂടി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എഞ്ചിൻ മെറ്റഫോർ എടുക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം വരുന്നത്. ഇവിടെ കിട്ടിയ
അപ്പൊ ഒരു മെറ്റഫോറിക്കലി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മദർ ബോർഡും ഒരു എന്റർപ്രൈസും തമ്മിൽ വ്യത്യാസമില്ല. അതിപ്പോ ഒരു വ്യക്തിയും ഒരു ഓർഗനൈസേഷനും തമ്മിൽ ശരിക്കും വ്യത്യാസമുണ്ടോ ശ്രീജിത്തെ? ശ്രീജിത്തെ മനസ്സിലായില്ലേ? നമ്മുടെ ബോഡി തന്നെ ഒരു ഹൈറാർക്കിയാണോ? ആ ഹൈറാർക്കി ഓർഗനൈസേഷനോട്ട് മാപ്പ് ചെയ്യല്ലേ? അപ്പൊ അത് മിറർ ചെയ്യുന്ന ടെക്നിക്കൽ സിസ്റ്റത്തിന് എന്താ വ്യത്യാസം ഉണ്ടാവണേ? സ്ട്രക്ചറലി ഉണ്ടാവില്ല. ആ അപ്പൊ എന്താണ് ഇപ്പൊ ലേണിംഗിൽ ആൾക്കാർ കാണിക്കുന്ന പ്രോബ്ലം എന്ന് വെച്ചാല് പീപ്പിൾ ലേൺ ടു മച്ച് അറ്റ് ദി കോൺക്രീറ്റ് ലെവൽ. ചെറുതായിട്ടൊന്ന് അബ്സ്ട്രാക്ട് ചെയ്താൽ എന്ത് പറ്റും? പാരലൽസ് കിട്ടൂലേ? അപ്പൊ പിന്നെ പെട്ടെന്ന് സിസ്റ്റത്തിന്റെ ബിഹേവിയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അല്ല പ്രസിദ്ധി, ഇപ്പൊ എന്നെ പോലത്തെ ഒരാൾ ചിലപ്പോ ആബ്സ്ട്രാക്ട് ചെയ്യുന്ന ജനറലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നത്. നമ്മൾ അങ്ങനെയല്ല, ജനറലിൽ അതായത് സ്പെസിഫിക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ജനറലൈസ് ചെയ്യുമ്പോഴാണ് തന്നെ ഇവിടെ കിട്ടിയ അതായത്. പക്ഷെ ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലോട്ട് ഇപ്പൊ നമ്മളെല്ലാവരും തുടങ്ങുന്നത് സ്പെസിഫിക് കാര്യത്തിൽ നിന്നാണ്. വൺസ് നിങ്ങൾ ഒരു സാധനം ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പോഴാണ് അബ്സ്ട്രാക്ഷനിലോട്ട് പോവുക അല്ലെ? അല്ല, ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇന്നത്തെ ഈ ചർച്ച ഞാൻ തുടങ്ങുമ്പോ ഞാൻ ജസ്റ്റ് ഒരു എങ്ങനെ API എന്റർപ്രൈസ് കമ്പ്യൂട്ടിങ്ങിൽ API വളരെ സുലഭമാണല്ലോ, നമുക്ക് ആ ഏരിയയിലോട്ട് നോക്കിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു മാർട്ടിൻ റെഡ്ഡിയുടെ C++ API ഡിസൈനിന്റെ സ്റ്റൈൽസ് എന്ന് കണ്ടപ്പോ ഓക്കെ അത് നമുക്ക് ഒരു നല്ല ടോപ്പിക് ആണല്ലോ എന്ന് പറഞ്ഞ് എടുത്തതാ. പക്ഷേ ആഫ്റ്റർ ദിസ് സെഷൻ ഐ എം ഗോയിങ് ടു റീവിസിറ്റ് മൈ എൻറ്റയർ API consumption strategy, provider strategy, so that can we create set of organizing principles for reasoning about APIs in general and REST API in particular ആണ് ഇനിയിപ്പോ എന്റെ ഷിഫ്റ്റ്. കിട്ടിയ അതായത് ഇപ്പോ ഞാനിത് തുടങ്ങുമ്പോൾ ഓപ്പൺ റീഡ് റൈറ്റ് ക്ലോസ് ഒന്നും APIയുടെ കാറ്റഗറിയിൽ ഞാൻ പെടുത്തിട്ട് പോലും ഉണ്ടാവില്ല. ശ്രീജിത്തിന്റെ ഫസ്റ്റ് ചോദ്യം കൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് കൊണ്ടു വന്നത് കിട്ടിയ. അപ്പൊ നമ്മളിത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പോ കോൾ ലെവൽ ഇന്റർഫേസ്, വയർ ലെവൽ പ്രോട്ടോകോൾ, അതിനെക്കുറിച്ച് അപ്പൊ അത് തന്നെ ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് ഇൻഫോർമൽ ഡിസ്കഷൻ നടത്തിയിട്ട് ഇപ്പൊ കറന്റ്ലി ഇപ്പൊ ആ ടോപ്പിക്കില് ഇപ്പൊ ഈ ഗ്രൂപ്പില് ഞാൻ എക്സ്പെർട്ട്. അപ്പൊ നിങ്ങൾ എന്നെ കൺവിൻസ് ചെയ്താൽ മതി, നിങ്ങൾ മനസ്സിലാക്കിയെന്ന്. ദാറ്റ് വിൽ ഗീവ് യു സ്കിൽസ് നോട്ട് ഓൺലി ഇൻ ദിസ്, ഇൻ ലോട്ട് ഓഫ് അതർ തിങ്സ് ആസ് വെൽ ആസ് എ പ്രോസസ്. And in that process you might teach me a lot as well. മനസ്സിലായില്ലേ? അപ്പൊ അത് പെർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ API തന്നെ നമ്മളൊരു സീരീസ് ഓഫ് സെഷൻ, ഇപ്പൊ API ഡിപ്ലോയ്മെന്റ്, ഇപ്പൊ ശ്രീജിത്തിന് കുറെ ടൈൽസ് പറയാനുണ്ടാവും കൂട്ടുകാരെന്ന് കേട്ടത്. പിന്നെ എനിക്ക് ഞാൻ കൺസൾട്ട് ചെയ്തതുകൊണ്ട് കേട്ട ടൈൽസ് ആണ് കൂടുതൽ. ചെറുത്ത് ഇപ്പൊ ആക്ച്വലി വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനിയിൽ ഇപ്പൊ പുള്ളിയുടെ പ്രോജക്റ്റ് ഇപ്പൊ ലാലാണെങ്കിൽ ചിലപ്പോ 50 APIയുടെ നടുക്കായിരിക്കും ഇപ്പൊ ഇരിക്കണേ. വൈശാഖ് മറ്റേ ലാംഗ്വേജ് PHP ആണെന്നുള്ളൂ. അപ്പൊ നമുക്ക് ഈ എക്സ്പീരിയൻസ് പൂൾ ചെയ്തെടുക്കും. ഇപ്പൊ വൈശാഖിന്റെ കമ്പനിയിലെ കുറെ സെറ്റിംഗ്സ് ഇപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ജസ്റ്റ് അവരുടെ കമ്പനിയിൽ നിന്ന് ഡീകോഡ് ചെയ്തെടുത്തപ്പോ കുറെ ഇൻസൈറ്റ് കിട്ടി. ഇവിടെ കിട്ടിയ അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് മനസ്സിലായില്ലേ? അതായത് ഒരു നൈക്കി അങ്ങനത്തെ ഉള്ള സാധനങ്ങളുടെയൊക്കെ പ്രോഡക്റ്റ് ഒരു റീറ്റെയിൽ പോർട്ടലിലോട്ടോ ഷോപ്പിലോട്ടോ എത്തണമെങ്കിൽ സീരീസ് ഓഫ് മിഡിൽ മാൻ വേണമെന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയത് വൈശാഖിന്റെ കമ്പനിയുടെ ബിസിനസ് കണ്ടപ്പോഴാണ്. അപ്പൊ അവിടുത്തെ ഒരു API എങ്ങനെയിരിക്കും? അപ്പോ ഇപ്പോ വൈശാഖിന് ഈ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ മോണിറ്റൈസ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാം. അതായത് പേ ബൈ യൂസ് ആണോ ചെയ്തത്, അതായത് നൈക്കി എത്ര ഷൂ വിറ്റതിനാണോ അവർക്ക് പൈസ കിട്ടണത് എന്നുള്ളത് അറിയാൻ പറ്റില്ല. കാരണം ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ ഇവർ ഈ വൈശാഖിന്റെ കമ്പനിക്ക് നഷ്ടം ഉണ്ടാവും. ശ്രീധർ മനസ്സിലായോ? ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആയിരിക്കും പേ ബൈ യൂസ് ആയിരിക്കും. ഇനിയിപ്പോ ചില സാധനങ്ങൾ മറ്റേ ഡാറ്റ ട്രാഫിക്കിന് വേണ്ടിയായിരിക്കും, അത്ര സിഗ്നിഫിക്കന്റ് അല്ലാത്ത API ആയിരിക്കും. ഇപ്പൊ വൈശാഖിന്റെ കമ്പനി ചെയ്യാൻ പോണ എന്താ, ഇപ്പൊ വാൾമാർട്ട് പീനട്സാ കൊടുക്കണേന്ന് വെച്ചോ, അവരെന്ത് ചെയ്യും, ഒരു 10 ക്ലയൻസിന്റെ അടുത്ത് നല്ല പൈസ വാങ്ങിച്ചിട്ട് വാൾമാർട്ടിന്റെ സർവീസ് സെന്ററിനെ അപ്പൊ എന്താ വെച്ചാൽ വാൾമാർട്ട് പൈസ കൊടുക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ലാർജ് പ്രിന്റ് ഔട്ട് എടുക്കണം, അലയൻസിന് സർവീസ് ഉണ്ടെന്ന്, API ഉണ്ട്. നിങ്ങൾ ഡോക്യുമെന്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം കിട്ടി പറയുന്ന മെയിൽ അഡ്രസ്സിൽ എത്തിക്കും. നമ്മൾ അത് മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. ഈ മെക്കാനിക്കൽ ടർക്സ് API ഫ്രണ്ടിലിട്ടിട്ട് ബാക്കില് ഹ്യൂമൻ ഹാൻഡ്ലേഴ്സ് ഉണ്ട് കേട്ടോ.
അത് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഉം. അത് ഞാൻ വാൻഗാർഡിന്റെ ഒരു എൻഗേജ്മെന്റ് പിന്നെ അറിയോ, റെക്കോർഡ് എനിക്കത് കീപ്പിംഗ് APIs ഉണ്ട് ശ്രീത്തെ. അവരുടെ പണി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ പറയുന്ന ഒരു ടേബിളിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക, അവരെ കീപ്പ് ചെയ്യും. ഓക്കെ. അപ്പോ ഈ നിങ്ങളുടെ അപ്ലിക്കേഷനിൽ ഇരിക്കുന്ന പ്രോസസ് ഡാറ്റ ആയിരിക്കും. അപ്പൊ ബാക്കപ്പ് റിസ്റ്റോർ എടുക്കാൻ ചെയ്യണല്ലോ, അവർ നിങ്ങൾക്ക് തിരിച്ചു തരും. RKE എന്ന് പറയും, റെക്കോർഡ് കീപ്പിംഗ് എൻറ്റിറ്റിയോ എന്തോ. വെറും റെക്കോർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി. മനസ്സിലായി? ഇതൊക്കെ API എക്കണോമി വന്നേക്ക് മുമ്പ് ഇവിടെ കിട്ടിയ. അപ്പൊ നമ്മള് ഓഡിറ്ററിന് വേണ്ടിയാ റെക്കോർഡ് കീപ്പിംഗ്. ആ അമേരിക്കയിലൊക്കെ മസ്റ്റ് ആണെന്ന്, ഇൻഷുറൻസ് കമ്പനികൾക്കും മറ്റവർക്കൊക്കെ. ഇപ്പൊ ചാരിറ്റി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇന്ന ഇതില് ഒരു ഡിസാസ്റ്റർ റിക്കവറിക്ക് വേണ്ടി മാത്രമല്ല, അതൊരു കംപ്ലയൻസ് മാറ്റർ ആണ്. വാൻഗാർഡ് ചാരിറ്റബിളിൽ ഞാൻ കണ്ടതാ. അതേപോലെ റീകൺസിലിയേഷൻ. അത് സാധാരണ ഒരു ഫിസിക്കൽ ബുക്ക് ഡിജിറ്റൽ ആയപ്പോ റിപ്ലിക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു തോട്ട് പ്രോസസ് ആണോ? അല്ല അല്ലെ? അല്ല ആയിക്കോട്ടെ, അതിനെന്താ. അതായത് വാട്ട് എവർ പ്രോബ്ലം യു ഫേസ് ഇൻ റിയൽ ലൈഫ് ആണ് അവിടെ പ്രശ്നം. ശരത് എന്താ പറയാൻ വന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ഓഡിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനമൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാ. ഈ നിങ്ങളുടെ കമ്പനിയുടെ സർവീസ് തന്നെ ആൾക്കാര് ഞാൻ ഈ പറഞ്ഞ രീതിയിലല്ലേ ഉപയോഗിക്കണേ. അതായത് അലയൻസ് അങ്ങനെ നമ്മുടെ ഇവിടെ പല കോൾ സെന്റർ എടുക്കുന്ന പല കമ്പനികൾക്കും നമ്മൾ കാണാം. ഒരു APIക്ക് ലുസീൻസ് ഇൻഡെക്സ് സപ്പോർട്ട് ഉണ്ട്. ശരത്തെ നിങ്ങൾക്കറിയോ API ലുസീൻ ക്വയറി നടത്താം. ലുസീൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, മറ്റേ ഗൂഗിളിന്റെ പേജ് റാങ്കിന്റെ ഓപ്പൺ സോഴ്സ് ഇംപ്ലിമെന്റേഷൻ. അതിന് ഒരു ക്വയറി ലാംഗ്വേജ് ഉണ്ട്, അതിന്റെ സിൻഡെക്സ് APIയിൽ പേലോഡ് ആയിട്ട് കൊടുക്കുക. റീകൺസിലിയേഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ അതായത് ഈ പല രീതിയിലുള്ള അതിന്റെ ഇപ്പൊ REST API മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ കോർപ്പറേറ്റ് ഫിനാൻസ് മാറിയിരിക്കും. ഒരു പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് കമ്പനികളെല്ലാം API ഡ്രിവൺ ആയിരിക്കും അല്ലേ? വേണമെന്നില്ല. API പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു IT ഡ്രൈവർ ആയിട്ടുള്ള ഒരു കമ്പനി അവരുടെ API വേറെ കൊടുക്കും. IT ഡ്രൈവർ ആയിട്ടുള്ള കമ്പനി അവർക്കൊരു എക്കോസിസ്റ്റം വേണമെങ്കിൽ API വേറെ ആൾക്ക് കൊടുക്കണ്ടേ? അതായത് അല്ല, തേർഡ് പാർട്ടി അവരുടെ പണി API കൊടുക്കലാണെങ്കിൽ കറക്റ്റ് ആണ്. പക്ഷെ അവരുടെ കോമ്പറ്റീറ്റീവ് എഡ്ജ് പോകും. പക്ഷെ എനേബിളേഴ്സിന് മാർക്കറ്റ് പ്ലേസ് കൂട്ടാനും മറ്റേ ഈ അസറ്റുള്ള ആൾക്കാർക്ക് അഡീഷണൽ റവന്യൂവിനും ഇത് ഉപയോഗിക്കാം കൂടുതൽ. ഒരു API എക്കണോമി അല്ലെങ്കിൽ അവർ എക്സ്പ്ലിസിറ്റ്ലി ഡാറ്റ ഇമ്പോർട്ടന്റ് ആണെങ്കിലാണല്ലോ API കൊടുക്കാതിരിക്കുള്ളൂ അല്ലേ? അവരുടെ ഡാറ്റ ഡാറ്റ വേണമെന്ന് തന്നെ ഇല്ല. അപ്പൊ ഇപ്പൊ ഒരു പ്രോസസ്സിന് ഒരു API ഉണ്ട്. അപ്പൊ അവരുടെ ആപ്ലിക്കേഷനൊക്കെ അപ്പൊ അവർ ഡൗൺ സ്ട്രീം റവന്യൂ അവർക്ക് തന്നെ വേണമെങ്കിലോ അതെന്തായാലും അവർക്ക് കിട്ടൂലേ പുറത്തോട്ട് കൊടുക്കുമ്പോ? അപ്പൊ അതിന്റെ ഒരു പുറത്തോട്ട് കൊടുക്കുമ്പോ ചിലപ്പോ ഇപ്പൊ നിങ്ങൾക്ക് അതാണ് പ്രശ്നം. അപ് സ്ട്രീമിലിന്റെ 10x ഒക്കെ ആണ്, പക്ഷെ ഡൗൺ സ്ട്രീം ഡയറക്റ്റ് ആയിട്ട് കൊടുത്താലോ? അപ്പൊ അവരുടെ ഡൗൺ സ്ട്രീം ഇപ്പൊ അവരായിട്ട് ഡയറക്ട്ലി മറ്റേ ഇതൊക്കെ മാസ്റ്റർ സർവീസ് അഗ്രിമെന്റ് ഉള്ള കമ്പനികൾക്കൊക്കെ പ്രശ്നമില്ലേ ഇവർ API മറ്റുള്ളവർക്ക് കൊടുത്ത? അപ്പൊ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റാ. എളുപ്പമുള്ള ടോപ്പിക് അല്ല അത്, ഞാൻ പറഞ്ഞില്ല. അതായത് വേൾഡ് കോമേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ സംസാരിക്കാൻ പോണേ. ഈ തിരിച്ചുള്ള സിസ്റ്റംസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഏതാ API സർവീസ് ആയിട്ട് കൊടുക്കും, എന്നിട്ട് ഡാറ്റ ക്ലയന്റ് സൈഡിൽ തന്നെ ആയിരിക്കും കീപ്പ് ചെയ്യണത്. അപ്പോൾ അവിടെ ഒരു ബിസിനസ് ലോജിക്ക് ഉണ്ടാവും. ആ ബിസിനസ് ലോജിക്കാണ് അവർ വിൽക്കുക. അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് ഡാറ്റ പുൾ ചെയ്തിട്ട് പ്രോസസ് ചെയ്ത് റിസൾട്ട് അവർ തിരിച്ചു തരും. അതല്ല ഞാൻ ചോദിക്കട്ടെ, അതൊരു 2016 ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. അങ്ങനത്തെ സിസ്റ്റം ലാല് കണ്ടിട്ടുണ്ടോ? അന്നൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നത്. ഞാൻ അങ്ങനത്തെ സിസ്റ്റം കണ്ട, പക്ഷേ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. അതായത് മെഷീൻ ലേണിംഗ് കോണ്ടെക്സ്റ്റിലാണ് അത് വന്നത്. അതായത് അൽഗോരിതം ആസ് എ സർവീസ്. അതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞേ. അല്ല, അത് നിങ്ങൾ അങ്ങനത്തെ സിസ്റ്റം വട്ടം വന്നോ? അല്ലെ അങ്ങനെയാണെങ്കിൽ അതാണ് ഞാൻ ഏതാണെന്നറിയോ, ഏതോ ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ഇന്റഗ്രേഷന്റെ പരിപാടിക്ക് നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എന്തോ ഇതുള്ള ആൾക്കാർ, ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവന്മാര് ചെയ്ത് കഴിഞ്ഞിട്ട്
നമുക്ക് API എക്സ്പോസ് ചെയ്യും. അപ്പോൾ കുറേ ഡാറ്റ എടുക്കാനുണ്ട്. അപ്പോൾ അവർ പറയണ രീതിയിൽ നമ്മൾ ഇവിടെ ഒന്നില്ലെങ്കിൽ നമ്മുടെ സൈഡിൽ ഒരു API സെറ്റ് ചെയ്ത് തരണം, അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്ക് ആക്സസ് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഡാറ്റാബേസിൽ നിന്ന് കൊറി ചെയ്തെടുത്ത് പൊക്കോളും. പക്ഷേ അത് പിന്നെ ഇപ്പം ഉണ്ടാവില്ല കേട്ടോ, ഞാൻ കുറേ നാൾ മുമ്പാണ്. അല്ല ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ലെയർ ഒക്കെ ഒഴിവാക്കാം. അൽഗോരിതം അങ്ങോട്ട് പോയി ചെയ്തിട്ട് കാണിക്കുകയാണെങ്കിൽ മനസ്സിലായില്ലേ? അത് മാത്രല്ല അൽഗോരിതം അല്ല പക്ഷെ ഇതിലെ ആക്ച്വൽ എപ്പോ വേണമെങ്കിലും അവർക്ക് മാറ്റാം. എന്താ എപ്പോ വേണമെങ്കിലും അവർക്ക് മാറ്റാം. അല്ല സാർ, ഇവിടെ അൽഗോരിതം ട്രാവൽ ചെയ്യുന്നില്ല. അല്ല എനിക്ക് മനസ്സിലായി. അതല്ല ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇപ്പോ, പക്ഷെ ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതായത് ഡാറ്റ മറ്റേ അതായത് എന്താ പറയാ ഡിസ്ക്രീഷണറി ഡിസ്ക്ലോഷർ ഉണ്ട്. സമയോ അതായത് ഡിസ്ക്ലോഷർ വിവേചനപരമാണെന്ന്. മറ്റേതാണെങ്കിൽ ഫുള്ള് കിട്ടൂല ഡാറ്റ ഇപ്പുറത്ത്. API കോൺട്രാക്ട് ആണല്ലോ. അല്ല അപ്പൊ കോൺട്രാക്റ്റില് അതിപ്പോ ഞാൻ പറഞ്ഞ അത് അല്ല, ഞാൻ ഒരു വേറൊരു ഫാക്ട് കിട്ടി. ഞാൻ കഴിഞ്ഞ തവണ SX യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂവിന് പോയി സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ പുറത്തു കൊടുക്കുമ്പോൾ എങ്ങനെ ഡാറ്റ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഒരു തടിയം പൊക്കുന്നു. അല്ലെങ്കിൽ എന്തുപറ്റുമെന്ന് അറിയോ, ഇവൻ API നിന്ന് 10 സ്ഥലത്ത് നിന്ന് ഇവൻ വലിക്കും. അപ്പൊ അവന് സാധനം കിട്ടുമെന്ന്. നിങ്ങളെ ഒരു API ഹിൻഡൻബർഗ് അല്ല ഫേസ്ബുക്കിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, ഡാറ്റ പോയത് ഇലക്ഷൻ റിഗ് ചെയ്തതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് അവന്മാരിങ്ങനെ വലിച്ചാന്നാണ് പറയണേ, അറിയില്ല. അല്ല ഞാൻ എന്റെ ലൈഫിൽ ഞാനത് ആലോചിച്ചിട്ടുണ്ടല്ലോ. ഞാനിപ്പോ പെട്ടെന്ന് ആലോചിച്ച് അതായത് ഈ ആ ബുക്ക് എനിക്ക് അവർ ഇന്റേണലി പബ്ലിഷ് ചെയ്താന്ന് കേട്ടോ. അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂവിനൂടെ ആരെങ്കിലും പോയിട്ട് അത് അടിച്ചോണ്ട് വന്നതല്ലായിരിക്കും. ഉഗ്ര ബുക്ക് ഉണ്ടെന്ന്. അപ്പൊ ഈ അത് നേരത്തെ കൂടുതൽ പഠിച്ചില്ലെങ്കിൽ നമ്മൾ കൊടുക്കും ഡാറ്റ അല്ലേ. അതായത് API സെക്യൂർഡ് ആയിരിക്കും. ഞാൻ പറയട്ടെ, 5 റോളുള്ള ആൾക്കാര് മറ്റേ പ്രിവിലേജ് ഉള്ള API ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്തു കഴിഞ്ഞാൽ ശത്രു 5 പേരെ അപ്പോയിന്റ് ചെയ്തിട്ട് ഡാറ്റ എടുത്തോണ്ട് പോകില്ലേ? അല്ല ഞാൻ അൽഗോരിതം ഞാൻ പെട്ടെന്ന് ലാല് പറഞ്ഞപ്പോ അൽഗോരിതം സർവീസ് ആദ്യം ഞാൻ കൺഫ്യൂസ്, പിന്നെ അൽഗോരിതം സർവീസ് അല്ലാന്ന് മനസ്സിലായി. പക്ഷെ സ്റ്റിൽ ഇറ്റ് വാസ് എൻ എഡു. മറ്റേ ഞാൻ അൽഗോരിതം സർവീസ് ഒരു ഐഡിയ ആയിട്ട് കൊടുക്കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ഒരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. അല്ല ഇങ്ങനെയൊക്കെയുള്ളവര് ഒരു പബ്ലിക്കിലോട്ട് ഡാറ്റ ഭയങ്കര ഡാറ്റ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവർ അങ്ങനത്തെ ഒരു ഇതിൽ പോവാൻ സാധ്യത കുറവായിരിക്കണമല്ലോ. അല്ല അങ്ങനെയല്ല, അത് ട്രയൽ ആൻഡ് എററിലെ വന്നെ. അതിന് മുമ്പ് കുറെ ബ്രീച്ച് നടക്കൂന്ന്. എന്റെ കേസിൽ അങ്ങനെ ഇരുന്നില്ല കേട്ടോ. എന്റെ കേസിൽ ഡാറ്റേനേക്കാളും അവരുടെ എന്താ പറയാ പ്രോസസ്സിങ്ങിന് വലിയ റോളുണ്ട്. അപ്പൊ എന്തോ സൈൻ ചെയ്തുള്ള ഡാറ്റയൊക്കെയാണ് തിരിച്ചു വരിക. എന്നിട്ട് അതിനെ എടുത്തിട്ട് നമ്മ വേറെ അപ്ലോഡ് ചെയ്യോ അങ്ങനത്തെ എന്തോ പരിപാടിയൊക്കെ ആയിരുന്നു. സപ്ലൈക്കോ ആയിട്ട് ബന്ധമുള്ള എന്തോ പരിപാടിയാണ്. ലാലി പറഞ്ഞില്ലേ ഞാൻ എപ്പോഴാന്നുള്ളൊരു ബൈ ഡയറക്ഷണൽ ഓതന്റിക്കേഷൻ ഒക്കെ ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള പല സ്ഥലത്തും. അല്ല പ്രസിദ്ധി, ഞാൻ ഒരു യൂസ് കേസ് പറയട്ടെ. അതായത് നമുക്ക് മറ്റേ ഫ്രോഡ് വെരിഫിക്കേഷൻ അല്ല ഐഡന്റിറ്റി വെരിഫിക്കേഷനോ അല്ലെങ്കിൽ ഫ്രോഡ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണം. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു കമ്പനിക്ക് ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ അത് അവരുടെ റിസ്ക്. അത് പുറത്തോട്ട് കൊടുക്കുകയല്ലേ ചെയ്യുള്ളൂ. അപ്പൊ നമ്മളുടെ ഡാറ്റ അവർക്ക് കൊടുത്തിട്ട് അവിടെ കോൺട്രാക്ട് ഉണ്ടാവുമല്ലോ, അതായത് ഇത് ഉപയോഗിക്കാൻ പാടില്ല. ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് ഓപ്പറേഷണലി വർക്ക് ചെയ്യുള്ളൂ തോന്നുന്നത്. അല്ല അത് ഫിഡ്യൂഷ്യറി റെസ്പോൺസിബിലിറ്റി. അത് ഞാൻ സമ്മതിച്ച്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഡിസ്കഷൻ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് ലാല് ഒരു സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞെട്ടി, അത് കൊള്ളാലോ, അതിപ്പോ ഓപ്പറേഷണൽ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അൽഗോരിതം ആസ് എ സർവീസ്. അപ്പൊ ഒരുതരം അവിടെ ഡാറ്റ ഡിസ്ക്രിപ്ഷനേ ഉള്ളൂ, അൽഗോരിതം അല്ല ചേർത്ത് പറഞ്ഞു മതി. പക്ഷെ അവിടെ അൽഗോരിതമിക് പൊട്ടൻഷ്യൽ ഉണ്ട് ട്രാവൽ ചെയ്യാനുള്ള, വേണമെങ്കിൽ. മനസ്സിലായേ? അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് ഡാറ്റ ഡൈവേർജ് ചെയ്യാനുള്ള
നമ്മൾ നോക്കാത്ത ചാൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ആരോ കണ്ടുപിടിച്ചിട്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു തെസിസും ഗ്രന്ഥമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. നമ്മൾ എപ്പോഴെങ്കിലും മിക്ക ഡെവലപ്പേഴ്സിന്റെയും പ്രശ്നം വന്നത് ഇപ്പൊ എനിക്ക് ആ പ്രശ്നമുണ്ട്. അതായത് ഞാൻ ഭയങ്കര ഇംപ്ലിമെന്റേഷൻ ഫോക്കസ്ഡ് ആണ് വൺസ് പ്രോജക്റ്റ് കയറി കഴിഞ്ഞാൽ. അപ്പൊ പുറത്തുനിന്ന് എങ്ങനെയൊക്കെയാണ് ഇത് മിസ്യൂസ് ചെയ്യപ്പെടാന്ന് നമ്മൾ ആലോചിക്കൂ. എനിക്ക് തോന്നുന്നില്ല സെക്യൂരിറ്റി ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഡെവലപ്പ് ചെയ്യണ്ടോ, അല്ല ഭ്രാന്തമാരി ഉണ്ടാവും. നമ്മൾ ഇൻഫോർമേഷൻ എഞ്ചിനീയറിംഗ് പൈപ്പ് ലൈനിലായിരിക്കും ആദ്യം ഫോക്കസ് ചെയ്യാം നിങ്ങൾ ലീഡർ ആണെങ്കിൽ. അതായത് ഡു ദ കമ്പ്യൂട്ടേഷൻ അല്ലേ ശ്രീധ? എന്റെ ആർഗ്യുമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എത്ര നല്ല ഇതാണ് അത് ഇവോൾവ് ചെയ്തേ ആ ലെവലൊക്കെ എത്തുമ്പത്തുള്ളൂ. മനസ്സിലായി ശ്രീധ? അപ്പൊ ഈ പ്രോബ്ലം എപ്പോഴും ഉണ്ടാവുന്നത്. എന്റെ മനസ്സിലുള്ള തിയറി അങ്ങനെയല്ല, അതാണ് പ്രശ്നം. തിയറി എന്താണ് നമ്മുടെ ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ കാര്യമല്ല, ഷിഫ്റ്റ് എന്നൊക്കെ പറയാം. നമുക്ക് എനിക്കറിഞ്ഞൂടാ. ഞാൻ സെക്യൂരിറ്റി ഒരു പ്രാക്ടീസ് ആയിട്ട് വേണം. അതെ അതെ ശരത്ത് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞ സെക്യൂരിറ്റി ഒരു പ്രാക്ടീസ് ആയിട്ട് വേണം ഓർഗില്, എന്നിട്ട് അങ്ങനെ എൻഫോഴ്സ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ പഠിപ്പിക്കാൻ നമ്മള് നമ്മുടേതായ ഡ്യൂ ഡിലിജൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത്രയും പണി കുറവാ. പക്ഷെ നമ്മൾ തന്നെ അത് എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുവോ? ഇല്ല, അത് നടക്കൂല. കാരണം അതാണ് ഈ ലെഫ്റ്റ് ഷിഫ്റ്റ് എൻഫോഴ്സ് ചെയ്യാനായിട്ട്. അത് വേറെ കാര്യം. അല്ല ലെഫ്റ്റ് ഡെവലപ്മെന്റ് നമ്മളും എല്ലാം പറയുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതിപ്പോ ഒരു ഇൻഫിനിറ്റ് സീരീസ് ആണ്, ഒരിക്കലും കൺവേർട്ട് ചെയ്യില്ല. ഈ ഷിഫ്റ്റ് ലെഫ്റ്റ് ഡാറ്റ സെക്യൂരിറ്റിനെ കുറിച്ചൊന്നും പറയണില്ലല്ലോ. അല്ല, ഈ ഡാറ്റ അവസാനം ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം തുടക്കം ചിന്തിക്കണം, അതാണ് പറയുന്നത്. അപ്പൊ സെക്യൂരിറ്റി എന്നുള്ളത് അവസാനം ചിന്തിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതല്ല അതിന് പ്രശ്നമുണ്ട് ലാലെ. ഡാറ്റ സെക്യൂരിറ്റി ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും ബ്രോക്കണമെന്ന്. അതായത് അവര് ഡാറ്റയൊക്കെ സെക്യൂർഡ് ആക്കി വെക്കും. അപ്ലിക്കേഷൻ കോഡ് സെക്യൂരിറ്റി എൻഫോഴ്സ് ചെയ്യണ്ടേ ലോജിക്കൽ ലെവലില്. ഞാൻ ബ്രീച്ച് അല്ല പറയണേ. അതായത് ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് അത്ര വലിയ, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ചെന്നപ്പോഴാണ് കണ്ടേ. അവിടെ ഒരു ടീം തന്നെ ഇരിപ്പുണ്ട്. അതായത് നിങ്ങളുടെ കോഡ് മറ്റേ ഡാറ്റ ബ്രീച്ച് ചെയ്യണ്ടോന്ന് കണ്ടുപിടിക്കാൻ. അല്ലാണ്ട് പറ്റൂല അത് ഓരോ റിലീസിനും വേണം. അപ്പൊ അതിന് വേണ്ടി ടെസ്റ്റ് കേസ് ഒക്കെ ഉണ്ടാക്കുന്നു. അല്ല, പക്ഷെ അത് ഞാൻ അവിടെയൊക്കെ കണ്ടിട്ടുള്ളൂന്ന്. അതായത് മെച്ചൂർഡ് എന്റർപ്രൈസില് നമ്മൾ ആരെങ്കിലും ഇപ്പൊ ഞാൻ അങ്ങനെ കണ്ടില്ലെങ്കിൽ ഞാൻ ആലോചിക്കൂല ചിലപ്പോ ഇപ്പോഴും. നമ്മൾ വിചാരിക്കണമല്ല, നമ്മുടെ ബ്രെയിനിൽ കുറച്ച് കാര്യങ്ങളെല്ലാം എടുത്തു നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഞാൻ അന്ന് തന്നെ വിചാരിച്ചാണ്. ഞാനത് ആരോടും പറഞ്ഞു മറന്നുപോയി. അത് എനിക്ക് ലഡു പൊട്ടി. ആ ബുക്ക് ഉണ്ട്, ഞാൻ വേണമെങ്കിലേ 1000 പൗണ്ട് കൊടുത്താൽ ആ ബുക്ക് കിട്ടി കഴിഞ്ഞാൽ. അത് പബ്ലിഷ്ഡ് അല്ലാന്നേ. ഒരു ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് എസെക്സ് യൂണിവേഴ്സിറ്റി. നിങ്ങൾ അവിടെ UK ഡാറ്റ ആർക്കൈവിൽ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവിടെ കാണാം ഒരു തടിയൻ ബുക്ക്. ഞാനൊരു 10 മിനിറ്റ് ആയപ്പോഴേക്കും എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പൊ ഞാനിപ്പ ഈ ലാലിന്റെ ഈ നമ്മള് അറിയാതെ ഇപ്പൊ ഈ എന്താ പറയാ, നമ്മൾ ഈ തിയറി വായിച്ചിട്ട് മറ്റേ സർക്യൂട്ട് ഉണ്ടാക്കാനും പല കാര്യങ്ങൾക്കും മുമ്പ് ഷോക്ക് അടിക്കും. ഇതാ പരിപാടി ഉണ്ട് ഇല്ലേ? അത് എനിക്കറിഞ്ഞൂടാ അത് എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്യണത്. ഇപ്പൊ അൽഗോരിതം ആസ് എ സർവീസ് ഞാൻ ഇപ്പോഴും അത് ഇത് ചെയ്യാണ്. കാരണം MIT-യുടെ ഒരു റിസർച്ച് പ്രോജക്റ്റ് ആയിരുന്നു അത്. അപ്പൊ അത് നിഖിൽ നായരാണ് കൊണ്ടുനടക്കേണ്ടത്. അപ്പൊ നോബഡി ലൈക്സ് ദ മെസ്സഞ്ചർ. ഇപ്പൊ ചില ആൾക്കാരോട് നമുക്ക് കലിപ്പുണ്ട്, അവനോടൊപ്പം കലിപ്പായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞത് അൽഗോരിതം നമ്മുടെ എന്തെങ്കിലും പറയും. ഇപ്പൊ ഡാറ്റ ഈസ് ദ ന്യൂ ഓയിൽ എന്ന് അനോജ് പിള്ള പറഞ്ഞു. അപ്പൊ ഞാൻ മാറിയത് എന്തുട്ട് ഡാറ്റ ഓയിൽ, എനിക്ക് ഓയിൽ തന്നെ, പാം ഓയിൽ കഴിഞ്ഞാല് മറ്റേ പറഞ്ഞു. അയാള് പറഞ്ഞില്ല. അപ്പൊ അവനോടുള്ള കലിപ്പാണത്, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ശ്രീതാടി ഞാൻ ഉടക്കിക്കാന്ന് വെച്ചോ, സൂപ്പർ ആപ്പ് അതേമാതിരിയല്ലേ പറയുള്ളൂ. അപ്പൊ നമുക്ക് വൈൻഡ് ചെയ്താലോ. അപ്പൊ നമുക്കിത് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ്
നമുക്ക് ഈ ചർച്ചയായിട്ട് ഇതായിട്ടുള്ളത് മറ്റേ എന്താ പറയാ ഇവിടെ അല്ല. API കാണുക, API കുറിച്ച് ചിന്തിക്കുക, സംസാരിക്കുക, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. And then we will actually curate and put everything in place എന്നാണ് മറ്റേ എന്താ പറയാ ഞാൻ ആലോചിക്കുന്നത്. ഇത് even though I started it out as a എന്താ പറയാ ഒരു ബിസിനസ് ടു എഞ്ചിനീയർ അപ്രോച്ചിൽ തുടങ്ങാന്ന് വിചാരിച്ച സെഷനാണ്. പക്ഷേ വി ഡിസ്കസ് ലോട്ട് ഓഫ് തിങ്സ്. പിന്നെ വി ക്രിസ് ക്രോസ്ഡ് ലോട്ട് ഓഫ് ഏരിയ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സിസ്റ്റം, മറ്റേ ഫിനാൻസ്, പല ഡൊമൈൻസ് ക്രിസ് ക്രോസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് API ഡിസൈൻ. അത് മാത്രമല്ല അതിന്റെ എവല്യൂഷനും 30 years ഇത്രയും ബിസിനസ് പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് ഒരു ബിഗ് തിങ് ആണ്. അപ്പോൾ വി വിൽ അസംബിൾ വൺസ് അഗെയിൻ ടു ടോക്ക് ഓൺ ദിസ് ടോപ്പിക്. ഒരു 7 വെക്ടേഴ്സ് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. API ഡിപ്ലോയ്മെന്റ്, API മാനേജ്മെന്റ്, പിന്നെ API ഗവേണൻസ് ആൻഡ് കൺസംഷൻ, API ഓപ്പറേഷൻ, പിന്നെ എന്താ പറയുക API ഡിസൈൻ, പിന്നെ എന്താ പറയുക API മാർക്കറ്റ് പ്ലേസ് ഡിസൈൻ. അപ്പൊ അങ്ങനത്തെ കുറെ ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഒരു 8-9 ടോപ്പിക്സ് ഇപ്പൊ തന്നെയായി. എന്നാലേ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ദിസ് വിൽ ഗീവ് യു എ ബേർഡ്സ് ഐ വ്യൂ ഇൻ ടു വാട്ട് API ഈസ് ഓൾ അബൌട്ട്. നന്ദി, നമസ്കാരം. അല്ലേ നമുക്കൊന്ന്